ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത കോൺസെപ്റ്റ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് അറിയണം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ്: വർക്ക് ഡൺ ടു അസംബ്ലിംഗ് എ സിസ്റ്റം ഓഫ് ചാർജസ് എഗെയിൻസ്റ്റ് ഇലക്ട്രിക് ഫോഴ്സസ് ഇൻ ദ സിസ്റ്റം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? സപ്പോസ് എൻ്റെ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് വെച്ചോ, അതായത് കുറച്ച് ചാർജസ് റാൻഡം ആയിട്ട് ഇവിടെ ഞാനിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുകയാണ്. റൈറ്റ്, ഇതൊരു ചാർജാണ്, ഇത് മറ്റൊരു ചാർജാണ്. റൈറ്റ്, ഞാനിപ്പോൾ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് 4 ചാർജസാണ് വരയ്ക്കുന്നത്. റൈറ്റ്, അപ്പോൾ ഇതൊരു ചാർജ് സിസ്റ്റം ആണ്. റൈറ്റ്, അപ്പോൾ എന്താണ് നമ്മുടെ ഡെഫിനിഷൻ പറയുന്നത്? വർക്ക് ഡൺ ടു അസംബ്ലിംഗ്, അതായത് ഈ സിസ്റ്റത്തെ അസംബിൾ ചെയ്യാൻ എ സിസ്റ്റം ഓഫ് ചാർജസ് എഗെയിൻസ്റ്റ് ഇലക്ട്രിക് ഫോഴ്സസ് ഇൻ ദ സിസ്റ്റം. അതായത് ഈ സിസ്റ്റത്തിനകത്തുള്ള ഇലക്ട്രിക് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ എത്ര വർക്ക് ചെയ്താൽ എനിക്ക് ഈ സിസ്റ്റം ഓഫ് ചാർജസിനെ അസംബിൾ ചെയ്യാം, അതായത് ഇപ്പൊ ഇരിക്കുന്ന ഈ കോൺഫിഗറേഷനിൽ എനിക്ക് എത്തിക്കാം. ഞാൻ ആ ചെയ്യേണ്ട എമൗണ്ട് ഓഫ് വർക്കാണ് ഈ സിസ്റ്റത്തിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് എന്തായാലും ഡെഫിനിഷൻ മനസ്സിലായി. ഇനി നമുക്ക് ആക്ച്വലി ആലോചിച്ച് നോക്കാം. അതായത് ഞാൻ ഈ ചാർജ് സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ ഇതിനെ അസംബിൾ ചെയ്യാൻ ഞാൻ വർക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്ന്. ഓക്കെ, റൈറ്റ്. സോ അപ്പൊ നമുക്ക് നോക്കാം. ഇനിഷ്യലി ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഇവിടെ ഒരു ചാർജസും ഇല്ല, നോ ചാർജസ്. ഓക്കെ, ഞാൻ ഇനി ഈ ചാർജ് സിസ്റ്റത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇവിടെയുള്ള ഓരോ ചാർജസിനായിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരണം. റൈറ്റ്, ഓക്കെ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ചാർജിന് ഇതാ ഈ പൊസിഷനിൽ കൊണ്ടുവച്ചു. ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്യണോ? വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി അതിന് ചുറ്റും വേറെ ഏതെങ്കിലും ചാർജസ് വേണം. സോ ആ ചാർജസിന്റെ അട്രാക്റ്റീവ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇനിഷ്യലി കൺസിഡർ ചെയ്യുന്ന ഇവിടെ ഒരു ചാർജസും ഇല്ല. ഞാൻ ആദ്യമായിട്ട് ഈ ചാർജ് ഇവിടെ കൊണ്ടുവരുന്നു. സോ ഞാൻ ഒരു വർക്കും ചെയ്യണ്ട. റൈറ്റ്, എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ കരുതാം: ഇനിഷ്യലി ഞാൻ എൻ്റെ ആദ്യത്തെ ചാർജ് കൊണ്ടുവന്നപ്പോൾ ബാക്കി ഉള്ള എല്ലാ ചാർജസും ഇൻഫിനിറ്റിയിലാണ് ഇരിക്കുന്നത്. റൈറ്റ്, ഇൻഫിനിറ്റിയിലാണെങ്കിൽ ബാക്കിയുള്ള ചാർജസിനൊന്നും ഇതിന്റെ പുറത്ത് ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും ഉണ്ടാക്കാൻ പറ്റില്ല. സോ എനിക്ക് ഈ ചാർജസിനെ വളരെ ഈസി ആയിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കാം. ഫസ്റ്റത്തെ ചാർജിനെ കൊണ്ടുവയ്ക്കാൻ ഞാനൊരു വർക്കും ചെയ്യേണ്ട. സോ ഞാൻ ആദ്യത്തെ ചാർജിനെ ഇവിടെ എത്തിക്കാൻ ഞാൻ ഒരു വർക്കും ചെയ്യേണ്ട. ഇനി ഓക്കെ, സോ അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ചാർജ്. ഇനി രണ്ടാമത്തെ ചാർജ്, അതായത് സപ്പോസ് ഇതാണ് എൻ്റെ സെക്കൻഡ് ചാർജ്. ഈ സെക്കൻഡ് ചാർജ് ഞാൻ ഇവിടെ എത്തിക്കാൻ വർക്ക് ചെയ്യണം. ബിക്കോസ് രണ്ടാമത്തെ ചാർജിനെ ഞാൻ ഇൻഫിനിറ്റി നിന്നും, ബിക്കോസ് ഞാൻ പറഞ്ഞു ഇനിഷ്യലി ഫസ്റ്റത്തെ ചാർജിന് ഇവിടെ എത്തിച്ചപ്പോൾ ഫസ്റ്റത്തെ ചാർജിനെ എത്തിക്കാൻ ഞാൻ ഒരു വർക്കും ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാക്കിയുള്ള എല്ലാ ചാർജസും ഇൻഫിനിറ്റിയിലായിരിക്കുന്നത്. റൈറ്റ്, സോ ഞാൻ ഇൻഫിനിറ്റിന്നാണ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഓൾറെഡി നമുക്ക് ഐഡിയ ഉണ്ട്. ബിക്കോസ് നമ്മൾ പൊട്ടൻഷ്യലിന്റെ ഒറിജിൻ പോയിന്റ് ചാർജസിന്റെ ഒക്കെ കോണ്ടെക്സ്റ്റുകളിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇൻഫിനിറ്റിയിലാണ്, നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. സോ അതാണ് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, എനിവേ നമുക്കറിയാം ഞാൻ രണ്ടാമത്തെ ചാർജ് കൊണ്ടുവരുന്നത് ഇൻഫിനിറ്റിയിൽ നിന്നാണ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഈ ഫസ്റ്റത്തെ ചാർജ് ഓൾറെഡി ഇവിടെ ഇരിക്കുവാണ്. ഞാൻ രണ്ടാമത്തെ ചാർജിനെ ഇൻഫിനിറ്റിയിൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ വർക്ക് ചെയ്യണം. സപ്പോസ് ഇത് പോസിറ്റീവ് ചാർജാണ്, ഇതും പോസിറ്റീവ് ചാർജാണ്. സോ ഞാൻ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരും തോറും ഇത് റിപ്പൽ ചെയ്യും. സോ ആ റിപ്പൾസീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് പുഷ് ചെയ്യിപ്പിച്ച് മാത്രമേ എനിക്ക് ഇതിവിടെ എത്തിക്കാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ വർക്ക് ചെയ്യണം. അതായത് രണ്ടാമത്തെ ചാർജിനെ ഞാൻ ഒന്നാമത്തെ ചാർജിൽ നിന്ന് ഈ പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എത്തിക്കാൻ ഞാൻ വർക്ക് ചെയ്യണം. ലെറ്റ്സ് സേ ഞാൻ ആ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ W12 ആണ്. അതായത് രണ്ടാമത്തെ ചാർജിനെ ഒന്നിന്റെ അടുത്തേക്ക് എത്തിക്കാൻ ഞാൻ ചെയ്ത എമൗണ്ട് ഓഫ് വർക്ക്. ഓക്കെ, റൈറ്റ്. ഇനി ഞാൻ ഈ മൂന്നാമത്തെ ചാർജിനെ കൊണ്ടുവരുവാണ്. മൂന്നാമത്തെ ചാർജിനെ കൊണ്ടുവരാനും ഞാൻ വർക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ ആർക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം? നമ്മുടെ ഒന്നാമത്തെ ഫോഴ്സ്, അതിന്റെ പുറത്ത് കൊടുക്കുന്ന ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യണം. രണ്ടാമത്തെ ഫോഴ്സ്, ഈ ഞാൻ മൂന്നാമത് കൊണ്ടുവരുന്ന ആളുടെ പുറത്ത് കൊടുക്കുന്ന ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യണം. റൈറ്റ്, എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എക്സ്ട്രാ എത്ര വർക്കും കൂടെ ചെയ്യണം? വർക്ക് ഡൺ ഓൺ 3 ഡ്യൂ ടു 1 പ്ലസ് വർക്ക് ഡൺ ഓൺ 3 ഡ്യൂ ടു 2. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ നൊട്ടേഷൻ ഞാൻ എഴുതേണ്ട വർക്ക് ഡൺ ഓൺ 2 ഡ്യൂ ടു 1. ഓക്കെ, റൈറ്റ്. ഓക്കെ, ആ ഇൻഡെക്സിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നമ്മൾ ഇനി അങ്ങോട്ട് നമ്മൾ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ ഉണ്ടാക്കും. സോ ഇത് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ആ ടേംസ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, റൈറ്റ്. ഇനി ഞാൻ നാലാമത്തെ ചാർജിനെ കൊണ്ടുവരുവാണ്. നാലാമത്തെ ചാർജിനെ കൊണ്ടുവരാൻ ഞാൻ വർക്ക് ചെയ്യേണ്ടി വരും. ഞാൻ ഒന്നാമത്തെ എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും, രണ്ടാമത്തവൻ കൊടുക്കുന്ന ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും, മൂന്നാമത്തവൻ കൊടുക്കുന്ന ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. സോ ഞാൻ എക്സ്ട്രാ ഇനി എത്ര ടേം കൂടെ എഴുതും? ഞാൻ എഴുതും വർക്ക് ഡൺ ഓൺ 4 ഡ്യൂ ടു 1 പ്ലസ് വർക്ക് ഡൺ ഓൺ 4 ഡ്യൂ ടു 2 പ്ലസ് വർക്ക് ഡൺ ഓൺ 4 ഡ്യൂ ടു 3. റൈറ്റ്, സോ നമുക്ക് മനസ്സിലായി ഈ ഒരു പർട്ടിക്കുലർ കോൺഫിഗറേഷൻ അസംബിൾ ചെയ്യാൻ ഞാൻ ഇത്രയും എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യണം. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്? ബിക്കോസ് വേറെ ഒന്നുമല്ല. സപ്പോസ് ഞാൻ ഈ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ പർട്ടിക്കുലർ ചാർജസ് ആൻഡ് ദിസ് പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡിസ്റ്റൻസസ്. ഒന്ന് ആലോചിച്ച് നോക്കേ, ഞാൻ ഈ ഡിസ്റ്റൻസിൽ സ്ലൈറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ഞാൻ ഈ 2 എന്ന് പറയുന്ന ചാർജിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ നോക്കേ, ഈ പെയർ ഓഫ് ഡിസ്റ്റൻസുകൾ മാറി.
സോ ഞാൻ കൊണ്ടുവരേണ്ട വർക്ക് മാറും. ബിക്കോസ് ഇൻഫിനിറ്റിന്ന് ഞാൻ 2 ചാർജിന് ഇവിടെ കൊണ്ടുവരാനുള്ള വർക്കിനെക്കാളും കുറച്ചും കൂടെ കൂടുതലോ കുറവാവാം ഡിപ്പെൻഡിങ് ഓൺ ഇവിടുത്തെ നേച്ചർ ഞാൻ ഇവിടെ നിന്ന് ഇവിടെ എത്തിക്കാൻ. ഓക്കെ, സോ ഞാൻ ഇവിടുത്തെ ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ സ്ട്രക്ചർ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അസംബിൾ ചെയ്യാനുള്ള എമൗണ്ട് ഓഫ് വർക്ക് ഡൺ മാറും. ഓക്കെ, സോ നമുക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായി എന്താണ് ഈ ഡെഫിനിഷൻ. നമുക്ക് ഒരു കൂടെ ഡെഫിനിഷൻ വായിക്കാം. വർക്ക് ഡൺ ടു അസംബ്ലിംഗ് എ സിസ്റ്റം ഓഫ് ചാർജസ് എഗെയിൻസ്റ്റ് ഇലക്ട്രിക് ഫോഴ്സസ് ഇൻ ദ സിസ്റ്റം. അതായത് സിസ്റ്റത്തിനകത്തുള്ള ഇലക്ട്രിക് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആ സിസ്റ്റം ഓഫ് ചാർജസിനെ കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ എത്ര എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യണം, അതാണ് ബേസിക്കലി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ സിസ്റ്റം. റൈറ്റ്, ഓക്കെ. ഇനി നമുക്ക് ഈ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റത്തിനെ നമുക്ക് വേറൊരു പേരും വിളിക്കാം ഇന്ററാക്ഷൻ എനർജി. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഞാൻ ഈ ഓരോ ചാർജസിനെ അടുത്തോട്ട് കൊണ്ടുവരാണ്, സോ ഇന്ററാക്ട് ചെയ്യാണ്. സോ ഇത് വേറൊരു നെയിമാണ്. ഓക്കെ, റൈറ്റ്. അതായത് എനിക്ക് വേണമെങ്കിൽ ഈ ടോട്ടൽ വർക്ക് ഡണിനെ ഇന്ററാക്ഷൻ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് വിളിക്കാം. ഓക്കെ, അത് ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നെയിമാണ്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സിംപ്ലസ്റ്റ് കേസുകളിലെ ഈ ഇന്ററാക്ഷൻ എനർജി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് അറിയേണ്ടത്, സപ്പോസ് എൻ്റെ 2 ചാർജസ് ഉള്ള ഒരു സിസ്റ്റം ഉണ്ട്. സപ്പോസ് ഈ ചാർജാണ് Q1, ഈ ചാർജാണ് Q2 ആൻഡ് ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് R12. എനിക്കറിയേണ്ടത് ഈ സിസ്റ്റത്തിന്റെ ഇന്ററാക്ഷൻ എനർജി ആണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, ഇന്ററാക്ഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഈ സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ എത്ര എമൗണ്ട് വർക്ക് ചെയ്യണം. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇനീഷ്യലി ഇവിടെ ഒന്നുമില്ല, റൈറ്റ്. ഞാൻ Q1 ചാർജിനെ ഇൻഫിനിറ്റിന്ന് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുവച്ചു. ഞാനൊരു വർക്കും ചെയ്യേണ്ട, ബിക്കോസ് അവിടെ വേറെ ആരുമില്ല, റൈറ്റ്. ഇനി അടുത്ത Q2 ചാർജിന് ഞാൻ ഇൻഫിനിറ്റിന്ന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. ഞാൻ അതിന് വർക്ക് ചെയ്യണം. ആർക്ക് എഗിനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം? ഈ ആർക്ക് എഗിനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഓൾറെഡി അറിയാം ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ. അതായത് ഈ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റിന്ന് 1 യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഇവിടെ എത്തിക്കാനുള്ള വർക്ക് ഡൺ ആണ്. എങ്കിൽ ഇൻഫിനിറ്റിന്ന് Q2 ചാർജിന് ഇവിടെ എത്തിക്കാനുള്ള വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ടൈംസ് Q2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ Q2 ചാർജിന് ഇവിടെ എത്തിക്കാനുള്ള വർക്ക് ഡൺ എത്രയാന്ന് ചോദിച്ചാൽ, ഓക്കെ, ഇവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഓക്കെ, അവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V വിച്ച് ഈസ് ഈക്വൽ ടു K Q1 ഡിവൈഡഡ് ബൈ R12. എങ്കിൽ ഞാൻ അതിനു വേണ്ടി ചെയ്യേണ്ട വർക്ക് ഡൺ, ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് ഞാൻ ചെയ്യേണ്ട വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു K Q1 ഡിവൈഡഡ് ബൈ R12 ടൈംസ് Q2. സോ നമുക്ക് മനസ്സിലായി ഇൻഫിനിറ്റിന്ന് ഈ Q2 ചാർജിനെ ഇവിടെ എത്തിക്കാൻ ഞാൻ ചെയ്യേണ്ട വർക്ക് ഡൺ. അതായത് ആ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K Q1 Q2 ഡിവൈഡഡ് ബൈ R12. സോ ഇതാണ് ഈ 2 ചാർജ് സിസ്റ്റം കോൺഫിഗറേഷനെ കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ ചെയ്യേണ്ടി വന്ന എമൗണ്ട് ഓഫ് വർക്ക്. എങ്കിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സപ്പോസ് നമ്മുടെ Q2 ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്ത് വ്യത്യാസം വരും? വളരെ സിമ്പിൾ. നമുക്ക് ഓൾറെഡി അറിയാം ഈ Q2 ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിനെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, റൈറ്റ്, വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ടൈംസ് Q2. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് K Q1 ഡിവൈഡഡ് ബൈ R12 ഇൻറ്റു മൈനസ് Q2. അതായത് വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K Q1 Q2 ഡിവൈഡഡ് ബൈ R12 വിത്ത് എ മൈനസ് സൈൻ. സോ അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു എ നെഗറ്റീവ് ചാർജ് അത് നെഗറ്റീവ് ആയിരിക്കും, ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു എ പോസിറ്റീവ് ചാർജ് അത് പോസിറ്റീവ് ആയിരിക്കും, റൈറ്റ്. ഓക്കെ, റൈറ്റ്. എങ്കിൽ നമുക്ക് ഞാൻ അടുത്ത് അറിയേണ്ടത്, സപ്പോസ് എൻ്റെ 3 ചാർജസ് ഉണ്ട്. ഓക്കെ, ഈ സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര എമൗണ്ട് വർക്ക് ചെയ്യണമെന്ന് നോക്കാം, റൈറ്റ്. അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലി തിങ്ക് ചെയ്യുക, നമ്മുടെ ഇവിടെ ഒരു ചാർജസും ഇല്ല. ഞാൻ ഈ Q1 ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഞാൻ വർക്ക് ചെയ്യണോ? വേണ്ട, ബിക്കോസ് ആരും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനില്ല, റൈറ്റ്. ഇനി ഞാൻ രണ്ടാമത്തെ ചാർജിനെ Q2 ചാർജിനെ കൊണ്ടുവരുന്നു. ഞാൻ വർക്ക് ചെയ്യണോ? വർക്ക് ചെയ്യണം. ആർക്ക് എഗിനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം? നമ്മുടെ Q1 കൊടുക്കുന്ന ഫോഴ്സിന് എഗിനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. നമുക്കറിയാം എൻ്റെ ഒരു 2 ചാർജ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. എങ്കിൽ എക്സാക്ട്ലി ആ പ്രോബ്ലം ആണ് ഞാൻ ഈ Q2 കൊണ്ടുവരുമ്പോൾ. സോ ഞാൻ ചെയ്യേണ്ട വർക്ക് ഡൺ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എഴുതാം വർക്ക് ഡൺ ഈക്വൽ ടു K Q1 Q2 ഡിവൈഡഡ് ബൈ R12. തീർന്നോ? ഇല്ല. ഞാൻ ഇനി ഈ ചാർജിനെ കൂടെ കൊണ്ടുവരുവാണ്. ഞാൻ വർക്ക് ചെയ്യണം. ആർക്കൊക്കെ എഗിനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം? Q2 എഗിനിസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യണം, Q1 എഗിനിസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യണം. ഇനി Q1 എഗിനിസ്റ്റ് ആയിട്ട് എത്ര വർക്ക് ചെയ്യണം? അത് എക്സാക്ട്ലി നമ്മുടെ പഴയ പ്രോബ്ലം തന്നെ, ജസ്റ്റ് ഒരു 2 ചാർജ് കേസ് തന്നെ ഇൻഡിവിജ്വലി, ബിക്കോസ് അവൻ എഗിനിസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക് എങ്ങനെ എനിക്ക് എഴുതാം? അവൻ എഗിനിസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K Q1 Q3 ഡിവൈഡഡ് ബൈ R13 പ്ലസ് Q2 എഗിനിസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട വർക്ക് K Q2 Q3 ഡിവൈഡഡ് ബൈ R23. സോ ഇതാണ് ഈ 3 ചാർജ് സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ ചെയ്യേണ്ട എമൗണ്ട് ഓഫ് വർക്ക്. ഇനി സപ്പോസ് ഇവിടെ ഒരു ചാർജും കൂടെ ഉണ്ടെങ്കിലോ, സപ്പോസ് ഞാനിവിടെ വേറൊരു ചാർജ് കൊണ്ടുവയ്ക്കുവാണ്. അതായത് സപ്പോസ് ഞാൻ ഇവിടെ ഞാനൊരു Q4 ചാർജ് കൊണ്ടുവയ്ക്കുവാണ്. ഞാൻ ആ പെയർ ഓഫ് ഡിസ്റ്റൻസുകൾ ഞാൻ മാർക്ക് ചെയ്യുവാണ്. സപ്പോസ് ഈ ഡിസ്റ്റൻസ് ആണ്,
ഓക്കെ, R14, റൈറ്റ്. ആൻഡ് ഈ ഡിസ്റ്റൻസ് ആണ് R24 ആൻഡ് ഈ ഡിസ്റ്റൻസ് ആണ് R34. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് വ്യത്യാസം വരും? ഞാൻ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഞാൻ ഈ നാലാമത്തെ ചാർജിനെ കൊണ്ടുവരുമ്പോൾ ഞാൻ 1-ന് എഗനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, 2-ന് എഗനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, 3-ക്ക് എഗനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഓരോന്നും ഞാൻ ഇൻഡിവിജ്വലി എഴുതണം. എന്ന് വെച്ചാൽ ഇവിടെ എക്സ്ട്രാ ഇനി ഒരു 3 ടേംസ് കൂടെ വരും. ഓക്കെ, റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതി എനിക്ക് കിട്ടാൻ പോകുന്നതായിരിക്കും പ്ലസ് കെ Q1 Q4 ഡിവൈഡഡ് ബൈ R14 പ്ലസ് കെ Q2 Q4 ഡിവൈഡഡ് ബൈ R24 പ്ലസ് കെ Q3 Q4, അതായത് 3-ക്ക് എഗനിസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക്, ഈക്വൽ ടു R34. ഓക്കെ, റൈറ്റ്. ഇതാണ് എൻ്റെ ടോട്ടൽ വർക്ക് ഡൺ. സോ നമുക്ക് മനസ്സിലായി, ഞാനൊരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ചാർജസ് പർട്ടിക്കുലർ ഡിസ്റ്റൻസുകൾ ഞാൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യേണ്ട ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി, അതായത് ഞാൻ എത്ര വർക്ക് എക്സ്റ്റേണലി ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എത്ര എനർജി സ്പെൻഡ് ചെയ്യണം ഈ സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യാൻ, എനിക്കത് ഓൾറെഡി മനസ്സിലായി. ഓക്കെ, റൈറ്റ്. എങ്കിൽ എനിക്ക് ഇനി അറിയേണ്ടത്, ഞാൻ ഇനി ഈ കാര്യങ്ങളെ ജനറലൈസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സപ്പോസ് എൻ്റെ n നമ്പർ ഓഫ് ചാർജസ് ഉണ്ട്. ഓക്കെ, അവരെല്ലാം റാൻഡം ആയിട്ട് പല പല ഡിസ്റ്റൻസിൽ നിൽക്കുകയാണ്. റൈറ്റ്. എങ്കിൽ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ n നമ്പർ ഓഫ് ചാർജസിന്റെ ആ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ ആണ്. ഓക്കെ, റൈറ്റ്. നമുക്കൊന്ന് തിങ്ക് ചെയ്യാം. ഇതാണ് അതിന്റെ ഡയറക്റ്റ് ഫോർമുല, ഇതാണ് അതിന്റെ ജനറൽ എക്സ്പ്രഷൻ. ഓക്കെ, ഇത് കാണാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് തോന്നും, പക്ഷേ വളരെ ഈസി ആയിട്ടുള്ള ഫോർമുലയാണ്. അതിനു മുന്നേ നമുക്ക് ആക്ച്വലി നമ്മൾ മുമ്പ് ചെയ്ത കാൽക്കുലേഷൻസിനകത്തുള്ള സ്ട്രക്ചർ നമുക്ക് നോക്കാം. റൈറ്റ്. ജസ്റ്റ് ഇവിടെ 4 ചാർജസ് ഉണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയ ലെങ്ത് ഈ എക്സ്പ്രഷൻ. നമുക്ക് ഇതിനകത്തുള്ള ടേംസ് നോക്കാം. ടേംസ് നോക്കി നമുക്ക് കാണാൻ പറ്റും. നോക്കി, ഇവിടെ 4 ചാർജസ് ഉള്ളത്, Q1 Q2 Q3 Q4. റൈറ്റ്. ഇവിടെ വന്ന ടേം നോക്കി, എല്ലാത്തിനകത്തും ഓക്കെ എസെൻഷ്യലി ഇവിടെ വരാൻ പോകുന്ന കെ Q1 Q2, അതായത് കെ ഫസ്റ്റ് ചാർജ്, സെക്കൻഡ് ചാർജ് ഡിവൈഡഡ് ബൈ അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ്, അതിന്റെ ടേം തന്നെ. പക്ഷേ അതായത് ഓരോ ഇൻഡിവിജ്വൽ ചാർജിന്റെ കേസിലും ആ ഇൻഡെക്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. Q1 Q2 Q3 Q2 Q4 Q1 ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കണ്ടോ, Q1 Q2 എന്ന് പറയുന്ന ഒരു പെയറുണ്ട്, Q1 Q3 എന്നൊരു പെയറുണ്ട്, Q2 Q3 എന്ന് പറയുന്ന പെയറുണ്ട്. അതായത് ഇവിടെയുള്ള എല്ലാ ഇൻഡെക്സുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പെയേഴ്സ് ഇതിനകത്തുണ്ട്. ഇനി ഇവിടെ ഇല്ലാത്ത പെയേഴ്സ് ഏതാ? ഇവിടെ നമുക്കൊരിക്കലും Q1 Q1 എന്നൊരു പെയർ കാണാൻ പറ്റില്ല, Q2 Q2 എന്നൊരു പെയർ കാണാൻ പറ്റത്തില്ല. വൈ? ബിക്കോസ് ഒരു ചാർജ് അതിന്റെ പുറത്ത് തന്നെ പൊട്ടൻഷ്യൽ എനർജി അപ്ലൈ ചെയ്യത്തില്ല. അങ്ങനെ ഒരു ടേം ഇതിനകത്തില്ല. റൈറ്റ്. സോ ഇതിനകത്ത് ഇല്ലാത്തൊരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QI QI, അതായത് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 ഏത് വേണമെങ്കിലും ആവാം. സോ Q1 Q1 Q2 Q2 Q3 Q3 ഇങ്ങനത്തെ ടേംസ് ഇതിനകത്തില്ല. ഇനി അടുത്ത ഇല്ലാത്ത ടേംസ് ഏതാ? നോക്കിയേ, ഇവിടെ നമുക്ക് Q1 Q2 എന്നൊരു ടേം ഇവിടെ ഉണ്ട്. ഇതിനകത്ത് ഇനി നമുക്ക് Q2 Q1 എന്നൊരു ടേം കാണാൻ പറ്റില്ല. ബിക്കോസ് Q1 Q2 തന്നെയാണ് ബേസിക്കലി Q2 Q1. ഓക്കെ, ഡിസ്റ്റൻസിന്റെ ടേമിലാണെങ്കിൽ R12 തന്നെയാണ് ബേസിക്കലി R21. ഓക്കെ, റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻഡെക്സുകളുടെ ആ പേയേഴ്സ് അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യത്തുള്ളൂ, അത് തിരിച്ചൊന്നും റിപ്പീറ്റ് ചെയ്യത്തില്ല. ഓക്കെ, സോ നമുക്ക് സ്ട്രക്ചർ മനസ്സിലായി. ഇവിടെയുള്ള ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻഡെക്സുകളുടെയും പേയേഴ്സ് ഉണ്ട് ആൻഡ് സെയിം നമ്പേഴ്സ് 2 ഇൻഡെക്സിലുമായിട്ട് വരത്തില്ല. റൈറ്റ്. ആൻഡ് ഇത് ഇൻവേർട്ട് ചെയ്തിട്ടുള്ള കോമ്പിനേഷൻസും വരത്തില്ല. ഓക്കെ, സോ എൻ്റെ n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഇതേപോലത്തെ സ്ട്രക്ചർ വരുന്ന രീതിയിലുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതിയാൽ മതി. ആക്ച്വലി ഇപ്പൊ ഈ കിടക്കുന്ന ഇക്വേഷൻ അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ആണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. തൽക്കാലത്തേക്ക് ഈ ഹാഫ് എന്താണെന്ന് നമ്മൾ തിങ്ക് ചെയ്യേണ്ട, അതെന്താണ് നമുക്ക് പിന്നെ നോക്കാം. റൈറ്റ്. ബാക്കിയുള്ള എക്സ്പ്രഷൻ നോക്കുക. റൈറ്റ്. ഇവിടെ നോക്കുക, 2 സമ്മേഷൻ ഉണ്ട്, ഒരു സിഗ്മ, ഇവിടെ വേറൊരു സിഗ്മ. ഇവിടെ സിഗ്മ I ഈക്വൽ ടു 1 to n വരെയാണ് റൺ ചെയ്യുന്നത്. അടുത്ത സിഗ്മയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ J എന്ന് പറയുന്ന ഇൻഡെക്സ് ആണ്, J 1 to n വരെയാണ് റൺ ചെയ്യുന്നത്. ആൻഡ് ഞാൻ താഴെ I നോട്ട് ഈക്വൽ ടു J എന്ന് എഴുതിയിട്ടുണ്ട്, അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും. ആൻഡ് ഇതിനകത്തുള്ള എക്സ്പ്രഷൻ നമുക്ക് ഫെമിലിയർ ആണ്, KQI QJ ഡിവൈഡഡ് ബൈ RI RJ. ഇനി ഇതിന്റെ മെക്കാനിസം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. റൈറ്റ്. സപ്പോസ് ഫസ്റ്റ് എൻ്റെ ഐന്റെ വാല്യൂ 1 ആവും. റൈറ്റ്. ഓക്കെ, ഐന്റെ വാല്യൂ 1 ആവുമ്പോൾ ഇവിടെ J എന്ന് പറയുന്ന സമ്മേഷൻ സ്റ്റാർട്ട് ചെയ്യും. Jന്റെ വാല്യൂ 1 ആവും, പക്ഷേ I നോട്ട് ഈക്വൽ ടു J ആണ്, സോ യൂസ് ചെയ്യരുത്. ഇനി Jന്റെ വാല്യൂ 2 ആവും. Jന്റെ വാല്യൂ 2 ആവുന്ന സമയത്ത് ഇവിടെ 1, അതായത് ഐന്റെ വാല്യൂ 1, Jയുടെ വാല്യൂ 2, ഇവിടെ 1 2, അതായത് K Q1 Q2 by R12 ഫസ്റ്റത്തെ ടേം. പ്ലസ് ഐന്റെ വാല്യൂ 1 ആണ്, Jന്റെ വാല്യൂവിന് 2 ആവും, 2 അല്ല 3 ആവും. സോ I1 I3 R13 അടുത്ത ടേം. ഇനി ഐന്റെ വാല്യൂ 1 ആയിരിക്കുമ്പോൾ Jന്റെ വാല്യൂ 4 ആവും. സോ 4 4 1 4 അടുത്ത ടേം. എക്സെട്ര ടു Jയുടെ വാല്യൂ n വരെ പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ n വരുന്നവരെ ഈ സമ്മേഷൻ റൺ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ I ഈക്വൽ ടു 1 ആയിരിക്കുമ്പോഴുള്ള ഇവിടുത്തെ ഫൈനൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 QN I1N. സോ
1 വെച്ചിട്ടുള്ള എല്ലാ പെയേഴ്സും വന്നു കഴിഞ്ഞു. ഇനി 2 വെച്ചിട്ടുള്ള റൈറ്റ് നമ്മുടെ ഐന്റെ വാല്യൂ ഇനി 2 ആവും. ബിക്കോസ് ഇതിന്റെ സമ്മേഷൻ മുഴുവൻ റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഇൻഡെക്സ് ഒന്ന് കൂടും, അതായത് ഐന്റെ വാല്യൂ ഒന്ന് കൂടും. സോ ഇതിന്റെ വാല്യൂ 2 ആവും, അതായത് ഐന്റെ വാല്യൂ ഇനി തൊട്ട് 2 ആണ്. ജെയിന്റെ വാല്യൂ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ ഒരു അപകടമുണ്ട്. നോക്കുക, ഫസ്റ്റ് ഐന്റെ വാല്യൂ 2 ആണ്. സോ ഇവിടെ Q2 എന്നാ വരുന്നത്. ജെയിന്റെ വാല്യൂ 1 ആകുമ്പോൾ Q1 എന്ന് വരുന്നുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു Q1 Q2 എന്ന ടേം നേരത്തെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത Q2 Q1 എന്ന ടേം വരാൻ പാടില്ല. റൈറ്റ്, നമുക്ക് നോക്കാം അത് എവിടെ എങ്ങനെ കോമ്പൻസേറ്റഡ് ആവുന്നത്. തൽക്കാലം അത് മറന്നു കളയുക. ഓക്കെ റൈറ്റ്. ഇനി ഇതിന്റെ വാല്യൂ 2 ആണ്, ഇതിന്റെ വാല്യൂ 2 ആവുമ്പോൾ ഐ നോട്ട് ഈക്വൽ ടു ജെ, സോ ആ സമ്മേഷൻ വരില്ല. ഇനി ഇതിന്റെ വാല്യൂ 3 ആവുമ്പോൾ 2 3, ഇനി ഇതിന്റെ വാല്യൂ 4 ആവുമ്പോൾ 2 4 എക്സെട്ര, അങ്ങനെ 2 എല്ലാ കോമ്പിനേഷനും പോകും. റൈറ്റ്. ഇനി സിമിലർലി ഇനി കുറച്ച് കഴിയുമ്പോൾ ഐന്റെ വാല്യൂ 3 ആവും. ഓക്കെ, ഇതിന്റെ വാല്യൂ 1 ആവും. സോ ഇവിടെ 3 1 വരും. പക്ഷെ നമ്മൾ 1 3 നേരത്തെ എഴുതിയിട്ടുണ്ട്, സോ അത് വരാൻ പാടില്ല, തൽക്കാലം മറന്നു കളയുക. റൈറ്റ്. ഇനി ഇതിന്റെ വാല്യൂ 2 ആവും. നമ്മൾ 2 3 നേരത്തെ എഴുതിയിട്ടുണ്ട്, സോ 3 2 വരാൻ പാടില്ല, തൽക്കാലം അത് മറന്നു കളയുക. നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ്. ഇനി ഇവിടെ 3 ആവുമ്പോൾ ഇവിടെ 3 ആവും, പക്ഷെ ഐ നോട്ട് ഈക്വൽ ടു ജെ ആണ്. സോ 3 3 വരാൻ പാടില്ല ഈ സമ്മേഷൻ അനുസരിച്ച് തന്നെ, സോ അതില്ല. പിന്നെ ബാക്കി ഇവിടെ 3 വരുമ്പോൾ ഇവിടെ 4 എക്സെട്ര എക്സെട്ര എക്സെട്ര. സോ എന്തായാലും നമുക്ക് മനസ്സിലായി ഈ സാധനം ഏതോ രീതിയിൽ നമ്മുടെ മുകളിലത്തെ സ്ട്രക്ചറിനെ മിമിക് ചെയ്യുന്നുണ്ട്. എക്സെപ്റ്റ് എന്ത് വരുന്നുണ്ട്, 1 2 2 1 അങ്ങനത്തെ ടേംസ് വരുന്നുണ്ട്. 3 1 1 3 7 8 8 7 റൈറ്റ്. അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുന്ന ഇൻഡെക്സിന്റെ ടേം ഇതിനകത്ത് വരുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ റെഡിയാക്കാം? അതിനാണ് ബേസിക്കലി ഹാഫ്. ഒന്ന് ആലോചിച്ച് നോക്കേ, Q1 Q2 ബൈ R12 ഇത് തന്നെയല്ലേ ബേസിക്കലി Q2 Q1 ഡിവൈഡഡ് ബൈ R21. ഈ സമ്മേഷൻ അനുസരിച്ച് ഇത് രണ്ടും ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ഒരു പ്രാവശ്യം വന്നാൽ മതി. സോ നമ്മൾ ഹാഫ് എടുക്കും, പകുതിയാക്കും. ഇതുപോലെ ഇതിനകത്ത് എല്ലാ ടേംസും 2 പ്രാവശ്യം വെച്ച് റിപ്പീറ്റ് ചെയ്യും. സോ ഞാൻ ഹാഫ് എടുക്കുന്ന സമയത്ത് എക്സാക്ട്ലി ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ടേംസ് തന്നെ ആക്ച്വലി ഇതിനകത്ത് വരും. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി ഈ കിടക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ n നമ്പർ ഓഫ് ചാർജസ് ഞാനൊരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡിസ്റ്റൻസുകളിൽ അറേഞ്ച് ചെയ്താൽ ആ സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അസംബിൾ ചെയ്യാൻ ഞാൻ ചെയ്യേണ്ട എമൗണ്ട് ഓഫ് വർക്ക് അല്ലെങ്കിൽ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജി, ബിക്കോസ് ഞാൻ ചെയ്യുന്ന എമൗണ്ട് ഓഫ് വർക്കാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജി. അതിന്റെ എക്സ്പ്രഷൻ ആണ് ബേസിക്കലി ഇത്. എങ്കിൽ നമുക്കിനി ഈ ഇക്വേഷന്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് മനസ്സിലായി ഞാൻ ചെയ്യേണ്ട എമൗണ്ട് ഓഫ് വർക്ക് ഈ സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജി, അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആക്ച്വലി ഈ മുകളിൽ കിടക്കുന്നത്. ഞാൻ അതിനെ സ്ലൈറ്റ്ലി ഞാൻ റീ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. സോ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രക്ചർ കിട്ടും. ഓക്കെ റൈറ്റ്. വൺസ് ആ സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ മുമ്പ് നമുക്ക് അറിയാം ഞാൻ ആ 3 ചാർജസിന്റെ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ പോലും ഞാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി തിങ്ക് ചെയ്തത്. ഞാൻ ഇൻഫിനിറ്റി 1 കൊണ്ടുവരുന്നു, 2 കൊണ്ടുവരുന്നു, 3 കൊണ്ടുവരുന്നു, 3 എഗനിസ്റ്റ് മറ്റേ 2 എഗനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, 4ാമത്തെ കൊണ്ടുവരുന്നു, 4ാമത്തെ ഇതിന് 3 എഗനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സപ്പോസ് അവിടെ ഒരു 6 ചാർജസ് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും, കാര്യം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന് എഴുതേണ്ടി വരും. ഓക്കെ, പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലാവും എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് മാറും. നോക്കാം. ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് റീ അറേഞ്ച് ചെയ്യാൻ പോവാണ്. എനിക്ക് എഴുതാം n നമ്പർ ഓഫ് ചാർജസിന്റെ പൊട്ടൻഷ്യൽ എനർജി U ഈക്വൽ ടു ഓക്കെ ഹാഫ് സിഗ്മ I ഈക്വൽ ടു 1 to n. റൈറ്റ്. ഞാൻ ജസ്റ്റ് ആലോചിക്കുകയാണ് ഈ QI. ഓക്കെ, QIക്ക് ഈ J എന്ന് പറയുന്ന ഇൻഡെക്സ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. സോ അല്ലെങ്കിൽ തന്നെ ജസ്റ്റ് ഇത് സമ്മേഷൻ ആണ്. എനിക്ക് സമ്മേഷനകത്തുനിന്ന് ഈ QI ഒരു നമ്പറാണ്, എനിക്കത് പുറത്തോട്ട് എടുക്കാം. ഓക്കെ റൈറ്റ്. സോ QI പുറത്തോട്ട് വന്നു. ബാക്കിയുള്ള ടേം എന്തുവാണ്? സമ്മേഷൻ J ഈക്വൽ ടു 1 to n K QJ ഡിവൈഡഡ് ബൈ RIJ. ഓക്കെ റൈറ്റ്. ഇനി ജസ്റ്റ് തിങ്ക് ചെയ്യുക, ഈ കിടക്കുന്ന എക്സ്പ്രഷൻ എന്താണ്? ഓക്കെ റൈറ്റ്. ഈ കിടക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? ഓക്കെ, സപ്പോസ് നമ്മുടെ ഐന്റെ വാല്യൂ 1 ആണെന്ന് കരുതുക. അതായത് ഇഫ് I ഈക്വൽ ടു 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കിടക്കുന്ന ടേം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ കിടക്കുന്ന ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ K Q2 ബിക്കോസ് അതിന്റെ വാല്യൂ 1 ആണ്. സോ ജെയിന്റെ വാല്യൂ 1 എന്തായാലും വരില്ല, 2 3 4 എക്സെട്ര ആയിരിക്കും പോകാൻ പോകുന്നത്. സോ Q2 R12 പ്ലസ് K Q3 R13. എന്തുകൊണ്ടാ? ബിക്കോസ് ഐന്റെ വാല്യൂ 1 ആണ്. ഓക്കെ റൈറ്റ്. ഈ ജെ മാത്രമാണ് നമ്മുടെ സമ്മേഷൻ അനുസരിച്ച് റൺ ചെയ്യുന്നത്. സോ അതാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. പ്ലസ് K Q4 R14 എക്സെട്ര K QN R1N. ഇനി ജസ്റ്റ് തിങ്ക് ചെയ്യുക, ഈ ഇരിക്കുന്ന സാധനം എന്താണ്? ഈ ഇരിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാമത്തെ ചാർജിന്റെ പുറത്ത്, അതായത് 1ാമത്തെ ചാർജ് ഇരിക്കുന്ന പൊസിഷനിൽ ബാക്കിയുള്ള എല്ലാ ചാർജസും
കൂടെ ചേർന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ആണിത്. ബിക്കോസ് KQ2 R12 എന്ന് പറഞ്ഞാൽ എന്തുവാ? രണ്ടാമത്തെ ചാർജിൽ നിന്ന് ഒന്നാമത്തെ ചാർജിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. എന്ന് വെച്ചാൽ ഈ ടേം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ചാർജ് ഒന്നാമത്തെ ചാർജിന്റെ പുറത്ത് കൊടുക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. ഇതെന്താണ്? KQ3/R13. 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ചാർജിൽ നിന്ന് ഒന്നാമത്തെ ചാർജിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. എന്ന് വെച്ചാൽ ഇത് മൂന്നാമത്തെ ചാർജ് ഒന്നാമത്തെ ചാർജിന്റെ പുറത്ത് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ആണ്. ഇതെന്തുവാണ്? നാലാമത്തെ ചാർജ് ഒന്നാമത്തെ ചാർജിന്റെ പുറത്ത് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ആണ്. ഇതെന്തുവാണ്? nth ചാർജ് ഒന്നാമത്തെ ചാർജിന്റെ പുറത്ത് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ആണ്. എന്ന് വെച്ചാൽ ഈ ഹോൾ സാധനം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ചാർജിന്റെ പുറത്ത് ബാക്കിയുള്ള എല്ലാവരും കൂടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ആണിത്. നമ്മളിവിടെ I=1 എന്ന് എടുത്തുകൊണ്ടാണ് ഒന്നാമത്തെ ചാർജ് എന്ന് വന്നത്. ഇൻ ജനറൽ I റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ith ചാർജിന്റെ പുറത്ത് ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്ന് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ആണത്. എന്ന് വെച്ചാൽ എനിക്ക് ഈ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? U = half sigma I = 1 to n QI VI. Okay, potential at I due to, okay, right, due to all other charges. Okay, right. So നമുക്കിപ്പോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടി. ട്രൈ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ എക്സ്പ്രഷൻ എന്താ പറയുന്നതെന്ന്. ഈ എക്സ്പ്രഷൻ പറയുന്ന പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് എൻ്റെ ഒരു n ചാർജ് സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? ബ്ലൈൻഡ് കാൽക്കുലേഷൻ ആണ്. ഞാൻ മുമ്പത്തെ പോലെ ഓരോ ചാർജസും കൊണ്ടുവരുന്നത് ഞാൻ ഇമാജിൻ ചെയ്യണ്ട. ഞാൻ എന്ത് ചെയ്താൽ മതി? ഞാൻ എഴുതുക =half, ഓക്കെ, ഹാഫ്, റൈറ്റ്, ഹാഫ് ഓൾറെഡി പുറത്തുണ്ട്. പിന്നെ സമ്മേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. സമ്മേഷൻ 1 ന്ന് n-ലോട്ടാണ് പോകുന്നത്. സോ Q1 V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ചാർജിന്റെ പുറത്ത് ബാക്കി എല്ലാവരും കൂടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ, പ്ലസ് Q2 V2 പ്ലസ് Q3 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ചാർജ്, V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും Q3യുടെ പുറത്ത് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. റൈറ്റ്, ഒരിക്കലും ഇങ്ങനെ കൺഫ്യൂസ് ആവരുത്. Q3 ഒരു പോയിന്റ് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ അല്ല V3. ബാക്കിയുള്ള എല്ലാവരും Q3യുടെ പുറത്ത് കൊടുക്കുന്ന പൊട്ടൻഷ്യലാണ് V3. റൈറ്റ്, അതാണ് ഞാൻ ഇവിടെ സ്പെസിഫിക് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഡ്യൂ ടു ഓൾ അതർ ചാർജസ്. ഓക്കെ, റൈറ്റ്, എക്സെട്ര ടു QN VN. ഓക്കെ, റൈറ്റ്. ഇപ്പൊ നമ്മൾ മുമ്പത്തെ പോലെ ഒന്നും നമുക്ക് തിങ്ക് ചെയ്യണ്ട. ഞാൻ എന്ത് ചെയ്താൽ മതി? ഓരോ ചാർജസിനെയും ബാക്കിയുള്ള എല്ലാ ചാർജസും ആ പോയിന്റ് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്താണെന്ന് കണ്ടുപിടിക്കുക. ഞാൻ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഞാൻ കാൽക്കുലേഷൻ ചെയ്യുക. അത്രേ ഉള്ളൂ. സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ഞാൻ എഴുതിയ ഈ എക്സ്പ്രഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സിമ്പിൾ എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു 2 ചാർജ് സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന്. അതേപോലെ തന്നെ 3 ചാർജ് സിസ്റ്റത്തിന്റെ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു 2 ചാർജ് സിസ്റ്റത്തിന്റെയും 3 ചാർജ് സിസ്റ്റത്തിന്റെയും പൊട്ടൻഷ്യൽ എനർജി ഈ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാം. ഓക്കെ, റൈറ്റ്. പക്ഷേ പല കേസുകളിലും ആക്ച്വലി ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരില്ല. ബിക്കോസ് 2 or 3 ചാർജസ് ഉള്ളെങ്കിൽ നമ്മുടെ മറ്റേ ഐഡിയ തന്നെയാണ് ഏറ്റവും സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പക്ഷേ സപ്പോസ് എൻ്റെ കുറെ ചാർജസ് ഉണ്ട്. സപ്പോസ് എൻ്റെ ഒരു 10 ചാർജസ് ഉണ്ട്. റൈറ്റ്, അതിന്റെ 10 ചാർജസും സം സോർട്ട് ഓഫ് ഒരു സിമെട്രിക്കൽ അറേഞ്ച്മെന്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ എക്സ്പ്രഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് മറ്റേ രീതിയിൽ ഞാൻ കൊണ്ടുവരുന്നിട്ട് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടഫാണ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ചാർജിന്റെ പുറത്തുള്ള പൊട്ടൻഷ്യൽ എന്താണോ അത് തന്നെയായിരിക്കും അവിടെ ഓവറോൾ സിമെട്രി ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവരുടെ പുറത്തും ആക്ട് ചെയ്യുന്നത്. റൈറ്റ്, സോ ഞാൻ ഒരാളുടെ പുറത്തുള്ള V കണ്ടുപിടിച്ചാൽ അത് തന്നെയായിരിക്കും എല്ലാവരുടെയും. ഓക്കെ, സോ ഞാൻ ഒറ്റ കാൽക്കുലേഷൻ ചെയ്താൽ മതി. ഞാൻ അതിനെ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരുടെയും കിട്ടും. നമ്മുടെ പണി വളരെയധികം ചെറുതാവും. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് 2 ചാർജസിന്റെ കേസിൽ നോക്കാം. സോ ഓക്കെ, നമ്മുടെ ഡെമോൺസ്ട്രേഷൻ ഡെമോ. ഓക്കെ, 2 ചാർജസ്. ഓക്കെ, സപ്പോസ് എൻ്റെ 2 ചാർജസ് ഉണ്ട്. Q1 Q2 അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് R12 എങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ അനുസരിച്ച് അതിനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ട പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ U = half, ഓക്കെ, half Q1 ഒന്നാമത്തെ ചാർജിന്റെ പുറത്ത് രണ്ടാമത്തെ ആൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. അതായത് ഒന്നാമത്തെ ചാർജിന്റെ പുറത്ത് എവൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. എവൻ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? KQ2/R21 പ്ലസ് Q2 ടൈംസ് രണ്ടാമത്തെ ചാർജിന്റെ പുറത്ത് ഒന്നാമത്തെ ആൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. രണ്ടാമത്തെ ചാർജിന്റെ പുറത്ത് ഒന്നാമത്തെ ആൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ KQ1/R12. ഓക്കെ, ഇനി നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഈ സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്? U = half KQ1 Q2/R21 പ്ലസ് KQ2 Q1
ഡിവൈഡഡ് ബൈ R12. ഇനി നമുക്കറിയാം ഈ R21 തന്നെയാണ് R12 ആൻഡ് Q1 Q2 തന്നെയാണ് Q2 Q1 എന്ന് വെച്ചാൽ ഞാൻ ഹാഫ് എടുക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ഒരു ടേം മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് K Q1 Q2 ബൈ R12. റൈറ്റ്, ഇതാണ് നമുക്ക് മുമ്പ് കിട്ടിയ റിസൾട്ട്. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഈ ഒരു ഫാൻസി ഇക്വേഷൻ ഇത് അല്ലെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ റൈറ്റ്. ആക്ച്വലി എനിക്കറിയാം ഇതിപ്പോൾ ഇത്തിരി ടഫായിരുന്നു, ഞാൻ എൻ്റെ റീസൺ പറഞ്ഞു. റൈറ്റ്, സിംപ്ലസ്റ്റ് കേസുകളിൽ ഈ ഫോമിൽ അപ്ലൈ ചെയ്യാൻ കുറച്ച് ടഫായിരിക്കും. പക്ഷെ അത്യാവശ്യം വലിയ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അവിടെ സിമെട്രീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ വളരെ പവർഫുൾ ആണ്, മറ്റത് ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. നമ്മൾ അങ്ങനത്തെ എക്സാമ്പിൾസ് കാണും അങ്ങോട്ട് പോകുമ്പോൾ. റൈറ്റ്, എങ്കിലും ഇനി അടുത്ത 3 ചാർജ് സിസ്റ്റം. സപ്പോസ് എൻ്റെ 3 ചാർജസ് ഉണ്ട്. റൈറ്റ്, ഇതൊരു ചാർജാണ്, ഇത് വേറൊരു ചാർജാണ്, ഇത് വേറൊരു ചാർജാണ്. Q1 Q2 Q3 ആൻഡ് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R13, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R2, ഓക്കെ R12 ആൻഡ് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R23. ഓക്കെ റൈറ്റ്, നമുക്ക് എഴുതി നോക്കാം. നമുക്ക് പറയാം പൊട്ടൻഷ്യൽ എനർജി U ഈക്വൽ ടു എന്താ അതിന്റെ എക്സ്പ്രഷൻ, ഹാഫ് Q1 V1, നമുക്കത് എഴുതാം പിന്നീട്, Q2 V2 പ്ലസ് Q3 V3. ഓക്കെ റൈറ്റ്, ഈക്വൽ ടു ഹാഫ് Q1 V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറത്ത് ബാക്കിയുള്ള രണ്ടുപേരും കൂടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. റൈറ്റ്, ഓക്കെ. ഇതിന്റെ പുറത്ത് എവൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാം, ഓക്കെ, കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K Q2 ഡിവൈഡഡ് ബൈ R12. ഓക്കെ, പ്ലസ് എവനോടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ K Q3 ഡിവൈഡഡ് ബൈ R13. സോ ഞാൻ ഫസ്റ്റ് ടേം എഴുതി. അടുത്ത സെക്കൻഡ് ടേം പ്ലസ് Q2 ഇൻറ്റു V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ആളുടെ പുറത്ത് ബാക്കി രണ്ടിനും കൂടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. ഓക്കെ റൈറ്റ്, അപ്പൊ രണ്ടാമത്തെ ആളുടെ പുറത്ത് ഒന്നാമത്തെ ആൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ചാൽ എനിക്ക് എഴുതാം K Q1 ബൈ R12 പ്ലസ് ഇയാൾ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K Q3 ഡിവൈഡഡ് ബൈ R23. സോ ഞാൻ ഈ ടേം എഴുതി. അടുത്ത ഈ ടേം റൈറ്റ്, ആ ടേം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് Q3 ഇൻറ്റു, ഓക്കെ സ്ക്വയർ ബ്രാക്കറ്റ് വേണ്ട, Q3 ഇൻറ്റു റൈറ്റ് ഇതിന്റെ പുറത്ത് എവനും കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. റൈറ്റ്, എവൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ K Q1 ബൈ R13 പ്ലസ് മറ്റേ ആൾ കൊടുക്കുന്നത് K Q2 ഡിവൈഡഡ് ബൈ R23. സോ നമ്മൾ ഈ ടേം എഴുതി. റൈറ്റ്, ഓക്കെ. ആൻഡ് ഇവിടെ തിങ്ക് ചെയ്യുക, ഓവറോൾ ഒരു ഹാഫ് പുറത്തുണ്ട്. ഇനി അന്നല്ല ചോദിക്കുക ഇത് പഴയ നമ്മുടെ ആൻസർ തന്നെയാണോ എന്ന് ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ ഒരു Q1 Q2 R12 ടേം ഉണ്ട്. റൈറ്റ്, എക്സാക്ട്ലി അതേ ടേം ദാ ഇവിടെയുണ്ട്. അതായത് Q1 Q2 R12 ടേം കണ്ടോ, 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ഞാൻ ഹാഫ് എടുക്കുമ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ K Q1 Q2 R12 വരത്തുള്ളൂ. സോ ഞാൻ അതിനെ ഓക്കെ റൈറ്റ്, അപ്പൊ നമ്മുടെ ഈ ടേം ഒരു പ്രാവശ്യമേ ഉള്ളൂ. ഞാനത് എൻഷുർ ചെയ്തു, ഇത് ക്യാൻസൽ ആയി പോകും. ഓക്കെ റൈറ്റ്, ഇനി അടുത്തത് ദേ ഇവിടെ നോക്കുക, Q1 Q3 R13 ടേം. ഓക്കെ, അതിവിടെ ഉണ്ട്. അതുപോലെ തന്നെ Q1 Q3 R13 ടേം ദാ ഇവിടെയും കിടപ്പുണ്ട്. റൈറ്റ്, ബിക്കോസ് ഈ Q3 അകത്ത് പോകുമ്പോൾ. റൈറ്റ്, സോ ഹാഫ് എടുക്കുന്ന സമയത്ത് ഇത് കാണത്തില്ല, എനിക്കിത് മാത്രം ഞാൻ എന്ത് ചെയ്താൽ മതി, മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. സോ ഈ ടേം പോവും, എനിക്കിത് മാത്രം മതി. ഓക്കെ, ഇതും വിത്ത് Q1. ഓക്കെ റൈറ്റ്, ഇനി അടുത്ത ടേം. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും Q2 Q3 R23 ടേം ഇവിടെയുണ്ട്. അതേ ടേം തന്നെയാണ് ഇത്, Q3 Q2 R23 ടേം. ഹാഫ് എടുക്കുന്ന സമയത്ത് അതിനകത്തുള്ള ഒരെണ്ണം പോവും. ഓക്കെ, സോ ഹാഫ് എടുക്കുന്ന സമയത്ത് അതിനകത്തുനിന്ന് ഒരെണ്ണം പോവും. സോ ഞാൻ ഇത് മാത്രം ഞാൻ കീപ്പ് ചെയ്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എന്തൊക്കെ ടേം ഉണ്ട്, Q1 Q3 R12, Q1 Q2 R12 ടേം ഉണ്ട്, Q1 Q3 R13 ടേം ഉണ്ട്, അതുപോലെ തന്നെ Q2 Q3 R23 ടേം ഉണ്ട്. നമുക്ക് ഓൾറെഡി നമുക്കറിയാം, നമ്മൾ മുമ്പ് ട്രയാംഗിളിന്റെ കേസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എക്സാക്ട്ലി ആ ടേം തന്നെ വന്നത് Q1 Q2 R12, Q1 Q3 R13, Q2 Q3 R23. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി നമ്മുടെ ഈ ഇക്വേഷൻ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു കാര്യം ആലോചിക്കുക, നമുക്കിത് കാണുമ്പോൾ ടഫായിട്ട് തോന്നി, ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നു. റൈറ്റ്, ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാനിപ്പോ ഈ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഞാൻ തിങ്ക് ചെയ്തിട്ടില്ല.
ഞാൻ ബ്ലൈൻഡ് ആയിട്ട് ഞാൻ ആ ഫോമിലേക്കകത്ത് നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തത്. പക്ഷെ മുമ്പാണെങ്കിൽ ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്യണം, ഇൻഫിനിറ്റിന്ന് ഞാൻ ഓരോരുത്തരെ കൊണ്ടുവരുന്നു, സോ എവനെ അഗൈൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, എവനെ അഗൈൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇൻ ജനറൽ അവിടെ ഒരുപാട് നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ ഒരിക്കലും ആ പ്രോസസ്സ് വർക്ക് ആവില്ല. ആൻഡ് ഞാൻ നേരത്തെയും പറഞ്ഞു, സപ്പോസ് നമ്മുടെ പ്രോബ്ലം സിമെട്രി ഉള്ള ഒരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആണ്. സോ നമുക്ക് കാണാം അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ അങ്ങോട്ട് പോകുമ്പോൾ. ഓക്കെ, എങ്കിൽ നമുക്ക് ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസ് നോക്കാം. സപ്പോസ് എൻ്റെ ഒരു പർട്ടിക്കുലർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. സപ്പോസ് ഇതൊരു ചാർജ് ആണ്, ഇത് വേറൊരു ചാർജ് ആണ്, ഇത് വേറൊരു ചാർജ് ആണ്, ഇത് വേറൊരു ചാർജ് ആണ്. ഓക്കെ, ഇതിപ്പോൾ ഒരു 4 ചാർജസ് ഉണ്ട്. ഞാൻ എക്സ്ട്രാ മറ്റൊരു ചാർജ് ഇവിടെ വരയ്ക്കുന്നു. ഓക്കെ, റൈറ്റ്. ഇത് ഞാൻ Q1, Q2, Q3, Q4, ഇതാണ് Q5. ഓക്കെ, ഇതാണ് എൻ്റെ 5th ചാർജ്. റൈറ്റ്. ഓക്കെ, റൈറ്റ്. എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇനിഷ്യലി ഞാൻ ഇങ്ങനെ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ കോൺഫിഗറേഷൻ ചെയ്താൽ, ഓക്കെ റൈറ്റ്, ഞാൻ എത്ര എമൗണ്ട് ഓഫ് എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വരും, അതായത് സിസ്റ്റത്തിന് ഇനിഷ്യലി എത്രയോ എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്. ഓക്കെ, ഞാൻ അതിനെ യു ഇനിഷ്യൽ എന്നാണ് വിളിക്കാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെ എനിക്ക് അറിയേണ്ടത്? സപ്പോസ് ഞാൻ ഈ Q5നെ ഞാൻ ഈ പൊസിഷനിൽ നിന്ന് ഞാൻ സ്ലൈറ്റ്ലി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുവാണ്, അതായത് വേറൊരു പൊസിഷനിലോട്ട് കൊണ്ടുവരുവാണ്. എങ്കിൽ നമുക്കറിയാം ഈ സിസ്റ്റത്തിന്റെ ഹോൾ എനർജി മാറും. ബിക്കോസ് അടുത്ത ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് മാറി, ഓരോ ഇൻഡിവിജ്വൽ ഡിസ്റ്റൻസുകളും മാറി. സോ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി മാറും. എങ്ങനെ എനിക്ക് അറിയേണ്ടത് എന്താണ് യു ഫൈനൽ, അല്ലെങ്കിൽ എന്താണ് യു ഫൈനൽ മൈനസ് യു ഇനിഷ്യൽ, അതായത് സിസ്റ്റത്തിനുണ്ടായ ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്, എനിക്ക് ഇത്തരം കാര്യങ്ങൾ അറിയേണ്ടത്. ഓക്കെ റൈറ്റ്. നമുക്ക് വേണമെങ്കിൽ ഇത് വളരെ ബ്രൂട്ട് ഫോഴ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാം. ഇനീഷ്യലി നമ്മുടെ ഈ ചാർജ് ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചോ. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? വളരെ കഷ്ടപ്പെട്ട് ഇൻഫിനിറ്റിന് ഈ ഓരോ ചാർജസിനെ ഇവിടെ കൊണ്ടുവയ്ക്കാൻ എത്ര എമൗണ്ട് ഓഫ് എനർജി വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. സോ നമുക്ക് ഈ സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി കിട്ടും. ഇനി രണ്ടാമത് ഞാൻ ഈ ചാർജസ് നമ്മുടെ ഫൈനൽ പൊസിഷൻ ആയിട്ടുള്ള ഇവിടെ ഇരിക്കുന്നു എന്ന് ഇമാജിൻ ചെയ്യും. എന്നിട്ട് ഞാൻ ഈ സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര എമൗണ്ട് ഓഫ് എനർജി വേണമെന്ന് ഞാൻ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഇൻഫിനിറ്റിന് ഞാൻ ഓരോരുത്തരെയും കൊണ്ടുവരുന്നു, ഓരോരുത്തരുടെ വർക്ക് സെപ്പറേറ്റ്ലി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ യു ഫൈനലിൽ നിന്ന് യു ഇനിഷ്യലി ഞാൻ സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ, അതൊരു അപ്രോച്ച് ആണ്, പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്കറിയേണ്ടത് ഇത്തരത്തിലുള്ള, അതായത് ഞാൻ ഒരു ചാർജിനെയൊക്കെ ഞാൻ സ്ലൈറ്റ്ലി വേറൊരു പൊസിഷനിലോട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അതിനുള്ള സ്ട്രാറ്റജിയാണ് ആക്ച്വലി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. റൈറ്റ്, നമുക്ക് എന്തായാലും പറയാം ഈ സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി, അതായത് യു ഇനിഷ്യൽ. ഓക്കെ റൈറ്റ്, യു ഇനിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എൻറ്റയർ ഈ സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ്. അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കുക. സപ്പോസ് ഇനീഷ്യലി ഞാൻ ആദ്യം ഇത്രയും സിസ്റ്റം മാത്രമേ കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എത്രയോ എമൗണ്ട് ഓഫ് എനർജി ഞാൻ സ്പെൻഡ് ചെയ്യുമല്ലോ. സപ്പോസ് ആ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ് ഹാഷ്. ഓക്കെ റൈറ്റ്, അത് നമ്മുടെ കാൽക്കുലേഷനകത്ത് ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ഹാഷ് വന്നിട്ടെ. അതായത് ഹാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഈ 4 ചാർജ് സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ് ഹാഷ്. ഇനി അടുത്തത്, ഞാൻ ഈ Q5നെ ഞാൻ ഈ പോയിന്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ഓക്കെ, അതായത് ഞാൻ ഇനിഷ്യലി ഉള്ള കോൺഫിഗറേഷനെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ. സോ ഞാൻ ഈ Q5നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ എത്രയോ എമൗണ്ട് വർക്ക് ഞാൻ ചെയ്യണം. അതായത് ഈ Q5ന്റെ പുറത്ത് ബാക്കിയുള്ള എല്ലാവരും കൂടെ കൊടുക്കുന്ന ഇന്ററാക്ഷൻ എനർജി. ഓക്കെ, അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, കുറച്ച് നമ്മൾ മുമ്പ് ചെയ്ത കാൽക്കുലേഷൻ അനുസരിച്ച് ബാക്കിയുള്ള എല്ലാവരും Q5ന്റെ പുറത്ത് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ, അതായത് V5 ഓക്കെ ഇൻറ്റു Q5. റൈറ്റ്, അപ്പോൾ ഇതാണ് ബേസിക്കലി ഈ സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. റൈറ്റ്, അപ്പോൾ ഇത് Q5 ഞാനത് മാറ്റുന്നതുകൊണ്ട് ഞാൻ ഇനിഷ്യൽ എന്നൊരു സഫിക്സ് കൊടുക്കുന്നു. ഓക്കെ റൈറ്റ്, അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക എന്താ ഞാൻ എഴുതിയതെന്ന്. റൈറ്റ്, അതായത് ഇനിഷ്യൽ എനിക്ക് ഈ സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യണം. ഞാൻ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണ്. ഞാൻ ആദ്യം ഈ സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഈ സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ് ഹാഷ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എവനെ കൊണ്ടുവരുന്നു. അവനെ കൊണ്ടുവരാൻ വേണ്ടി എക്സ്ട്രാ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് ആക്ച്വലി V5 ഇനിഷ്യൽ Q5. ഓക്കെ, ബിക്കോസ് നമുക്കറിയാം ഞാൻ ഒരാളെ എക്സ്ട്രാ കൊണ്ടുവരാൻ ഞാൻ ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പോയിന്റിൽ ബാക്കിയുള്ള എല്ലാവരും കൂടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ടൈംസ് അവന്റെ ചാർജ് ആണ്. നമുക്കത് ഓൾറെഡി അറിയാം. ഓക്കെ റൈറ്റ്, അപ്പൊ ഇതാണ് യു ഇനിഷ്യൽ. ഇനി എന്താണ് യു ഫൈനൽ? യു ഫൈനൽ എന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ എവനതേ ഇവിടെ നിന്ന് ഒരു ഫൈനൽ പൊസിഷനിലോട്ട് മാറ്റുന്നു. അപ്പോഴുള്ള സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി. അപ്പോഴുള്ള സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തുവാ? നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര എമൗണ്ട് ഓഫ് എനർജി വേണമെന്ന്. ഞാൻ ആദ്യം ഇത്രയും സിസ്റ്റത്തിനെ മാത്രം കൺസ്ട്രക്ട് ചെയ്യും. അതിനെ കൺസ്ട്രക്ട് ചെയ്യാൻ എനിക്ക് വേണ്ട എനർജി എത്രയാണ്? ഹാഷ് തന്നെയാണ്. റൈറ്റ്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഹാഷ് എന്ന് എഴുതിയത്. അതായത് ഈ 2 സിനാരിയോയിൽ ഞാൻ ഈ ചാർജിനെ സ്ലൈറ്റ്ലി ഇങ്ങോട്ട് മാറ്റിയാൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസുകളൊക്കെ മാറിയില്ലേ, സോ ഇതെല്ലാം മാറുമെന്ന്. ഇല്ല, ബിക്കോസ് ഞാൻ
ഈ ചാർജിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റുമ്പോൾ അവിടെ വരുന്ന ഒരേ ഒരു വ്യത്യാസം ഈ ചാർജിന്റെ പുറത്തുണ്ടാവുന്ന ഇന്ററാക്ഷൻ എനർജി ചേഞ്ച് ചെയ്തു എന്നത് മാത്രമാണ്. ബാക്കി ഇത്രയും സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള എനർജി അപ്പോഴും സെയിം തന്നെയാണ്, മുമ്പിരുന്ന എത്രയാണോ അത്രയും തന്നെയാണ്. സോ ഇത് ബേസിക്കലി ഹാഷ് തന്നെ, ഹാഷ് പ്ലസ് V5 ഫൈനൽ ടൈംസ് Q5. ഓക്കെ റൈറ്റ്. എങ്കിൽ എന്റെ ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ എനർജി, അതായത് U ഫൈനൽ മൈനസ് U ഇനീഷ്യൽ ഈക്വൽ ടു, ഞാൻ ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യുക, അതായത് ഞാൻ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഹാഷും ക്യാൻസൽ ചെയ്ത് പോകും. Q5 കോമൺ ആണ്. സോ എനിക്ക് എഴുതാം Q5 ടൈംസ് V@5 ഫൈനൽ മൈനസ് V@5 ഇനീഷ്യൽ, അതായത് അഞ്ചാമത്തെ ചാർജിന്റെ പുറത്ത് ഫൈനലി ഉള്ള പൊട്ടൻഷ്യൽ മൈനസ് അഞ്ചാമത്തെ ചാർജിന്റെ പുറത്ത് ഇനീഷ്യൽ ഉള്ള പൊട്ടൻഷ്യൽ. ഓക്കെ റൈറ്റ്. ഇനി ഞാൻ ആ 5 എന്ന് പറയുന്ന സഫിക്സ് ഞാൻ മാറ്റുക. ഇൻ ജനറൽ അതൊരു Q ആണ്, അതായത് ഇൻ ജനറൽ നമ്മുടെ ഈ സാധനം Q എന്ന് പറയുന്ന ചാർജ് ആണ്. ഓക്കെ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ എക്സ്പ്രഷൻ എങ്ങനെയായിട്ട് മാറും? എനിക്ക് എഴുതാം U ഫൈനൽ മൈനസ് U ഇനീഷ്യൽ ഈക്വൽ ടു Q ടൈംസ് ഓക്കെ V ഫൈനൽ മൈനസ് V ഇനീഷ്യൽ. V ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സിസ്റ്റത്തിനെ ഫൈനലി ഒരു പൊസിഷനിൽ കൊണ്ടുപോകുന്നു, ആ പൊസിഷനിൽ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് കൊടുക്കുന്ന പൊട്ടൻഷ്യലാണ് V ഫൈനൽ. V ഇനീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി ഈ ചാർജ് ഇരുന്ന സ്ഥലത്ത് ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്ന് കൊടുക്കുന്ന പൊട്ടൻഷ്യലാണ് V ഇനീഷ്യൽ. ഓക്കെ, ഇനി ജസ്റ്റ് വെറുതെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക, എന്താ ഈ സാധനം? അതായത് Q ഇൻറ്റു V ഫൈനൽ മൈനസ് V ഇനീഷ്യൽ. നമ്മൾ ഓൾറെഡി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ട്. Q ഇൻറ്റു V ഫൈനൽ മൈനസ് V പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക്കലി വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മറ്റൊരു റിസൾട്ട് കിട്ടി. U ഫൈനൽ മൈനസ് U ഇനിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ഇനി നമുക്ക് നോക്കിയാൽ അത് വളരെ സെൻസിബിൾ ആണ്. ബിക്കോസ് എൻ്റെ ഫസ്റ്റത്തെ പൊസിഷനിൽ നിന്ന് രണ്ടാമത്തെ പൊസിഷനിലോട്ട് ഈ ചാർജിനെ കൊണ്ടുപോകുമ്പോൾ അത് എക്സ്ട്രാ ഒരു പൊട്ടൻഷ്യൽ എനർജി ഗെയിൻ ചെയ്യുന്നുണ്ട്. അത് ഗെയിൻ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് U ഫൈനൽ മൈനസ് U ഇനിഷ്യൽ. അത് എവിടെ നിന്നാണ് ഗെയിൻ ചെയ്യുന്നേ? ഞാനാ കൊടുക്കുന്നത്, ബിക്കോസ് ഞാനാണ് അതിനെ പുഷ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. സോ ഞാൻ ചെയ്ത വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് U ഫൈനൽ മൈനസ് U ഇനിഷ്യൽ. ഓക്കെ റൈറ്റ്. ഇനി നമുക്ക് ഓൾറെഡി ഇലക്ട്രിക് പൊട്ടൻഷ്യലിൽ നമ്മൾ വേറൊരു സംഭവം പഠിച്ചിട്ടുണ്ട്, വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ്. വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? Q ഇൻറ്റു V ഇനിഷ്യൽ മൈനസ് V ഫൈനൽ ആണ്. നമുക്കത് ഓൾറെഡി അറിയാം. ഓക്കെ റൈറ്റ്. എങ്കിൽ നമ്മൾ ലേൺ ചെയ്തു ദേ ഈ ഇക്വേഷൻ എന്ന് എനിക്ക് പറയാം, Q ഇൻറ്റു V ഇനിഷ്യൽ മൈനസ് V ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U ഇനിഷ്യൽ മൈനസ് U ഫൈനൽ. ഓക്കെ, അതായത് വിച്ച് ഇസ് ഈക്വൽ ടു. ഓക്കെ, സോ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട്സ് പഠിച്ചു. റൈറ്റ്. ഈ റിസൾട്ട് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതായത് ഒന്ന്, എൻ്റെ ഒരു പർട്ടിക്കുലർ ചാർജ് കോൺഫിഗറേഷൻ ഉണ്ട്, ഞാനൊരു പർട്ടിക്കുലർ പോയിന്റ് ഇരിക്കുന്ന ചാർജിനെ ഞാൻ വേറൊരു പൊസിഷനിലോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ ചെയ്യേണ്ട വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ റൈറ്റ്. ഇനി വർക്ക് ഡൺ ബൈ അവിടുത്തെ ഫീൽഡ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ റൈറ്റ്. അപ്പോൾ അതാണ് നമ്മൾ ബേസിക്കലി ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി ഇപ്പോഴും മനസ്സിലാക്കുക, എനിക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ, അതായത് നമ്മുടെ അതായത് U ഫൈനൽ മൈനസ് U ഇനിഷ്യൽ, ഇതിന്റെ കൂടെ എനിക്ക് നമ്മുടെ ഹാഷ് ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഹാഷ് ആഡ് ചെയ്തതിൽ എന്തായിട്ട് മാറും? ഹാഷ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ ഇന്ററാക്ഷൻ എനർജിയും കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്തു തന്ന, ബിക്കോസ് ഈ ഹാഷ് ആഡ് ചെയ്താൽ ഈ മൈനസ് അതിനുള്ളതുകൊണ്ട് ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. എഫക്റ്റീവ്ലി അത് അവിടെ ഇല്ലാത്തതിന് തുല്യ. പക്ഷേ ഞാൻ ഹാഷ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ മാറി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഹാഷ് പ്ലസ് U ഫൈനൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മുടെ ഫുൾ സിസ്റ്റത്തിന്റെ ഫൈനലി ഉള്ള ഇന്ററാക്ഷൻ എനർജി. ഹാഷ് ടൈംസ് ഹാഷ് പ്ലസ് U ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മുടെ ഫുൾ സിസ്റ്റത്തിന്റെ ഇനിഷ്യലുള്ള ഇന്ററാക്ഷൻ എനർജി. അതായത് എൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, ഈ സിസ്റ്റത്തിന്റെ ഇനിഷ്യലുള്ള ഇന്ററാക്ഷൻ എനർജിയാണ് ഈ കിടക്കുന്നത്. റൈറ്റ്. ആൻഡ് എൻ്റെ ഈ സിസ്റ്റം ഫൈനലി വേറൊരു കോൺഫിഗറേഷനിൽ പോയി അപ്പോഴുള്ള ഇന്ററാക്ഷൻ എനർജിയാണ് ഈ കിടക്കുന്നത്. അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? U ഫൈനൽ മൈനസ് U ഇനിഷ്യൽ, അതായത് വർക്ക് ഡൺ ബൈ മീ. അതേസമയം ഞാൻ U ഇനിഷ്യൽ മൈനസ് U ഫൈനൽ, അതായത് ഇതിനെ ഞാൻ ഓർഡർ തിരിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ആ സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ ഇന്ററാക്ഷൻ എനർജിയിൽ നിന്ന് ഫൈനൽ ഇന്ററാക്ഷൻ എനർജി ഞാൻ സബ്ട്രാക്ട് ചെയ്ത് എനിക്ക് കിട്ടാൻ പോകുന്നത് വർക്ക് ഡൺ ബൈ ഇതിനകത്തുള്ള ഇന്റേണൽ ഫോഴ്സ്, അതായത് അതിനകത്തുള്ള ഇലക്ട്രിക് ഫോഴ്സ്. അതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ റൈറ്റ്. ഇനി നമുക്കിവിടെ വേറൊരു സിനാരിയോ പറയാം. സപ്പോസ് ഞാൻ ഈ ചാർജസിനെയൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ കൊണ്ട് കോൺഫിഗറേഷൻ ചെയ്തപ്പോൾ റൈറ്റ്, നമുക്കറിയാം അവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവയ്ക്കുന്ന ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ഇനി ഞാൻ വേറൊരു കേസ് എടുക്കുവാണ്. സപ്പോസ് ഇവിടെ മറ്റൊരു ചാർജോ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷനോ ഉണ്ട്. ഓക്കെ, സപ്പോസ് ഞാനത് ക്യാപിറ്റൽ Q എന്ന് എഴുതുന്നു. നമുക്കറിയാം ഈ ക്യാപിറ്റൽ Q കാരണം ഇവിടെയുള്ള ഓരോ പോയിന്റ്സിലും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടാവാം. സപ്പോസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ആവാം V1, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ആവാം V2, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ആണ് V3, ഇവിടുത്തെ പൊട്ടൻഷ്യൽ V4 എക്സെട്ര.
അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷനെ കോൺഫിഗർ ചെയ്യാൻ ഞാൻ എത്ര എമൗണ്ട് വർക്ക് ചെയ്യണം? നമുക്ക് ഓൾറെഡി അറിയാം. ജസ്റ്റ് വെറുതെ തിങ്ക് ചെയ്യുക. ഞാൻ ഈ ഓരോ ചാർജിനെയും വെറുതെ ഞാൻ ഈ പൊസിഷനിൽ കൊണ്ടുവച്ചാലും, അതായത് ഇവർക്കിടയ്ക്കുള്ള ഇന്ററാക്ഷൻ ഞാൻ കൺസിഡർ ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ വർക്ക് ചെയ്യേണ്ടി വരും. എത്ര വർക്ക് ചെയ്യേണ്ടി വരും? ഇവിടുത്തെ പൊട്ടൻഷ്യൽ V1 ആണെങ്കിൽ V1 ടൈംസ് Q1, ഇവിടുത്തെ പൊട്ടൻഷ്യൽ V2 ആണെങ്കിൽ V2 ടൈംസ് Q2. ഇപ്പൊ ഞാൻ എഴുതുന്ന V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവൻ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഇവൻ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യലാണ്, അല്ലാതെ മുമ്പ് പറഞ്ഞതല്ല. ഓക്കെ, മുമ്പ് Q2ന്റെ പുറത്ത് ബാക്കി എല്ലാവരും കൊടുക്കുന്നതായിരുന്നു. അതിന്റെ മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇത് കൺഫ്യൂഷൻ ആവും. റൈറ്റ്, ഓക്കെ. എങ്കിൽ ഇവിടെ നോക്കിയാൽ ഇവർക്കിടയ്ക്കുള്ള ഇന്ററാക്ഷൻ ഒന്നും കൺസിഡർ ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ എത്ര എമൗണ്ട് വർക്ക് ചെയ്യേണ്ടി വരും? V1 Q1 V2 Q2 പ്ലസ് V3 Q3 എക്സെട്ര Vn Qn. ഓക്കെ, റൈറ്റ്. ഇനി ഞാൻ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ ഇത് ഞാൻ എക്സ്റ്റേണൽ എന്ന് എഴുതാം, എല്ലാത്തിന്റെയും സഫിക്സ് എക്സ്റ്റേണൽ. ഓക്കെ, ഇതാണ് ഇന്ററാക്ഷൻ ഇല്ലെങ്കിൽ പോലും ഞാൻ ചെയ്യേണ്ടി വരുന്ന വർക്ക് ഡൺ. ഇനി നമുക്കറിയാം അടുത്ത് കൊണ്ടുവന്നാൽ ഇന്ററാക്ഷൻ ഉണ്ടാവും. സോ ഇന്ററാക്ഷൻ കാരണം വരുന്ന എക്സ്ട്രാ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാൻസി സമ്മേഷൻ, അതായത് ഹാഫ് സിഗ്മ I equal to 1 to n sigma j is equal to 1 to n I not equal to j qi qj divided by rij. ഇതാണ് ഓൾറെഡി അവിടെ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അത് ഓരോ പോയിന്റ്സിലും പൊട്ടൻഷ്യൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാൻ പുറത്തുനിന്നൊരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ അങ്ങോട്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സ്റ്റേണൽ ഫീൽഡിൽ ആ ചാർജ് ഡിസ്ട്രിബ്യൂഷനെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ടോട്ടൽ എനർജിയാണ് ആക്ച്വലി ഇത്. ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ് ആക്ച്വലി ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. റൈറ്റ്, സപ്പോസ് ഇതൊരു സ്ക്വയർ ആണ്. ആൻഡ് ഈ സ്ക്വയറിന്റെ കോർണേഴ്സിൽ ഞാൻ Q ചാർജസ് വെച്ചിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ എനർജി ഓഫ് ദ സിസ്റ്റം, അതായത് ഈ സിസ്റ്റത്തിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ എനർജി. ഓക്കെ, റൈറ്റ്. നമുക്ക് രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്തും കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൂട്ട് ഫോഴ്സ്, അതായത് ഞാൻ ഓരോ ചാർജസിനെയും ഇൻഫിനിറ്റിന്ന് കൊണ്ടുവരുന്നു, ഞാൻ അങ്ങനെ തിങ്ക് ചെയ്യുന്നു. സെക്കൻഡ്, നമ്മുടെ ബ്ലൈൻഡ് ഫോർമുല യൂസ് ചെയ്തിട്ട്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ നമ്മുടെ ബ്ലൈൻഡ് ഫോർമുലയുടെ പവർ നമുക്ക് കാണാൻ പറ്റും, ബിക്കോസ് ഇവിടെ സിമെട്രി ഉള്ള കേസാണ്. സോ നമുക്ക് മനസ്സിലാവും എന്തോരം ഈസി ആണെന്ന്. റൈറ്റ്, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ്. ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ ചാർജസിനെ ഇൻഫിനിറ്റിന്ന് കൊണ്ടുവരുന്നു. ഓക്കെ, റൈറ്റ്. സോ ഇനീഷ്യലി ഇവിടെ ഒരു ചാർജസും ഇല്ല. ഞാൻ ആദ്യം ഈ Q ചാർജിനെ കൊണ്ടുവരുന്നു, ഞാനൊരു വർക്കും ചെയ്യേണ്ട. അടുത്ത ഞാൻ ഈ Q ചാർജിനെ കൊണ്ടുവരുന്നു, ഞാൻ എത്ര വർക്ക് ചെയ്യണം? K Q², ബിക്കോസ് രണ്ടും Q ആണ്, ഡിവൈഡഡ് ബൈ L. റൈറ്റ്. ഇനി അടുത്ത ഞാൻ ഈ ചാർജിനെ കൊണ്ടുവരുന്നു. ഈ ചാർജിനെ കൊണ്ടുവരുമ്പോൾ എവൻ എഗനിസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യണം, എവൻ എഗനിസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യണം. എവൻ എഗനിസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഇത് തന്നെയാണ്. സോ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു 2ന്റെ ഫാക്ടർ വരും. ഓക്കെ, ആൻഡ് എവൻ എഗനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. എവൻ എഗനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? പ്ലസ് K Q² ഡിവൈഡഡ് ബൈ ദിസ് ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൈതോറസ് തിയറം അനുസരിച്ച് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ. സോ L² പ്ലസ് L², 2L², അതിന്റെ റൂട്ട്, ബിക്കോസ് നമുക്ക് ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. സോ √2L. സോ √2L. സോ ഞാൻ എവനെ കൊണ്ടുവരാനുള്ള വർക്ക് കണ്ടുപിടിച്ചു. ഇനി അടുത്ത ഇൻഫിനിറ്റിന് ഞാൻ എവനെ കൊണ്ടുവരുവാണ്. എവനെ കൊണ്ടുവരുമ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. റൈറ്റ്, എവൻ എഗനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, എവൻ എഗനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ആൻഡ് എവൻ എഗനിസ്റ്റ് ആയിട്ടും ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി നമ്മുടെ ആദ്യത്തെ ഈ ഫസ്റ്റ് ടേമിന്റെ സെയിം കേസ് തന്നെയാണ്. സോ നമ്മുടെ ഈ ഫസ്റ്റത്തെ ഈ ടേമിന്റെ കൂടെ ഒരു പ്രാവശ്യം കൂടെ 2 ടൈംസ് എന്ന് വരും. എന്ന് വെച്ചാൽ ഇത് ഓവറോൾ 4 ആവും. റൈറ്റ്. ആൻഡ് അപ്പൊ നമ്മളിതാ എവൻ എഗനിസ്റ്റ് ആയിട്ടുള്ള വർക്ക് കാൽക്കുലേറ്റ് ചെയ്തു, എവൻ എഗനിസ്റ്റ് ആയിട്ടുള്ള വർക്ക് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എവൻ എഗനിസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഈ ടേം തന്നെ. സോ നമ്മുടെ ഈ ടേം 2 ടൈംസ് ആവും. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ഈ സിസ്റ്റത്തിനെ കൺസ്ട്രക്ട് ചെയ്യാൻ ഞാൻ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഓഫ് എനർജി, അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ ഇന്ററാക്ഷൻ എനർജി. ഓക്കെ, റൈറ്റ്. നമുക്ക് മനസ്സിലായി നമ്മൾ എന്തോരം തിങ്ക് ചെയ്താണ് എഴുതിയത്. ഇനി നമുക്ക് ബ്ലൈൻഡ് ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മളെ ബ്ലൈൻഡ് ഫോർമുല ആക്ച്വലി പറയുന്നത് എന്താണ്? ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഹാഫ് ടൈംസ് റൈറ്റ് സമ്മേഷൻ ഒന്നാമത്തെ ചാർജ് ടൈംസ് ബാക്കി എല്ലാവരും അവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ പ്ലസ് രണ്ടാമത്തെ ചാർജ് ബാക്കി എല്ലാവരും അവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. ഇവിടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ചാർജസ് എല്ലാം ഈക്വലി സിമെട്രിക് ആണ്. റൈറ്റ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ചാർജസും കൂടെ ഇവിടെ എത്ര പൊട്ടൻഷ്യൽ ഉണ്ടാക്കോ അതേ പൊട്ടൻഷ്യൽ തന്നെയാണ് ഈ പോയിന്റിൽ ബാക്കി 3 പേരും കൂടെ ചേർന്നുണ്ടാക്കുന്നത്. അതേ പൊട്ടൻഷ്യൽ തന്നെയാണ് ഈ പോയിന്റിൽ ബാക്കി 3 പേരും കൂടെ ചേർന്നുണ്ടാക്കുന്നത്. എക്സാക്ട്ലി സെയിം സ്റ്റോറി തന്നെയാണ് ഇവിടെ. സോ ഞാൻ ഈ ചാർജ് ഇൻറ്റു ബാക്കി എല്ലാവരും ഇവിടെ ചേർന്നുണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ആ ടേം കണ്ടുപിടിച്ചാൽ അത് തന്നെയാണ് ബാക്കി എവന്റെയും ടേം. സോ ഞാൻ 1 കണ്ടുപിടിച്ചാൽ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് എഴുതാം Q ടൈംസ് ബാക്കി എല്ലാവരും അതിന്റെ പുറത്ത് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. അത് വളരെ ഈസിയാണ്. എവൻ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KQ ഡിവൈഡഡ് ബൈ ദിസ് ഡിസ്റ്റൻസ്. സോ KQ ഡിവൈഡഡ് ബൈ L.
റൈറ്റ്. ഇനി എവൻ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യലാണ് എവനും കൊടുക്കുന്നത്, ബിക്കോസ് സെയിം ഡിസ്റ്റൻസ് തന്നെ. സോ ഈ ടേം 2 ടൈംസ് ആണ്. പ്ലസ് എവനോട് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. എവനോട് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ക്യൂ ഡിവൈഡഡ് ബൈ ദിസ് ഡിസ്റ്റൻസ്. ഓക്കെ, ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2L. സോ √2L. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചു. എന്ത് ടേമാണ് കണ്ടുപിടിച്ച്? ഈ ചാർജ് ഇൻറ്റു ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. റൈറ്റ്. ഇനി അതുപോലെ ഈ ചാർജ് ബാക്കിയുള്ള എല്ലാവരും ഇവിടെ ചേർന്ന് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഞാൻ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ബാക്കി എല്ലാവരുടെ കേസും. ഇതെല്ലാം സെയിം ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇൻറ്റു 4. റൈറ്റ്. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി. ഈ ഹാഫ് ഓൾറെഡി ഫ്രണ്ടിലുണ്ട്, അത് മറക്കരുത്, ബിക്കോസ് നമ്മുടെ ഫോർമുലയുടെ ഫ്രണ്ടിൽ ഹാഫ് ഉണ്ട്. റൈറ്റ്. എങ്കിൽ ഞാനിത് സിംപ്ലിഫൈ ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? ഞാൻ ആ ഹാഫും 4ഉം കട്ട് ചെയ്യും. സോ എനിക്കിവിടെ ഒരു ഓവറോൾ ഒരു 2ന്റെ ഫാക്ടർ വരും. ആ 2 ഇവിടെ പോകുമ്പോൾ കണ്ടോ, ഇത് 4 ആവും, ആൻഡ് ഇവിടെ 2ന്റെ ഫാക്ടർ വരും. സോ എനിക്ക് കിട്ടും ദാറ്റ് ഇംപ്ലൈസ് 4kq² പ്ലസ് 2kq² √2L. ഓക്കെ, റൈറ്റ്. അതാണ് നമ്മുടെ ഇനീഷ്യലി നമ്മുടെ ഇവിടെയുള്ള സെയിം ആൻസർ. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി ഈ സിമെട്രി ഉള്ള പ്രോബ്ലത്തിൽ നമ്മൾ ഒന്നും തിങ്ക് ചെയ്യാതെ നമുക്ക് ബ്ലൈൻഡ് കാൽക്കുലേഷൻ ചെയ്ത് നമുക്ക് കറക്റ്റ് ആൻസർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സപ്പോസ് നമ്മുടെ മുമ്പത്തെ സെയിം പ്രോബ്ലം, അതായത് നമ്മുടെ ചാർജസ് ഇങ്ങനെ ഇരിപ്പുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർണർ ഇരിക്കുന്ന ഈ ചാർജിനെ നമ്മുടെ ഈ സ്ക്വയറിന്റെ സെന്ററിൽ എത്തിക്കാൻ ഞാൻ എത്ര എമൗണ്ട് വർക്ക് ചെയ്യണം? ഓക്കെ, അതായത് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ടു മൂവ് ദിസ് ചാർജ് ഫ്രം ദിസ് കോർണർ ടു സെന്റർ. എനിക്ക് അതാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് എന്തായാലും അറിയാം, നമ്മൾ ഓൾറെഡി നേരത്തെ നമുക്ക് മനസ്സിലായി വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്. എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഫൈനൽ മൈനസ് യു ഇനിഷ്യൽ ആണ്. ഓക്കെ, റൈറ്റ്. യു ഫൈനൽ മൈനസ് യു ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കുറച്ച് മുമ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ Q ഇൻറ്റു വി ഫൈനൽ മൈനസ് വി ഇനിഷ്യൽ. റൈറ്റ്. എന്ന് വെച്ചാൽ ഞാൻ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം, ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. ഈ പോയിന്റിലെ പൊട്ടൻഷ്യലാണ് ഫൈനൽ പൊട്ടൻഷ്യൽ, ഈ പോയിന്റിലെ പൊട്ടൻഷ്യലാണ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ. രണ്ടുകൂടെ പ്ലഗ് ചെയ്യുക, എന്റെ പരിപാടി കഴിഞ്ഞു. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് എഴുതാം വി. ഓക്കെ, നമുക്ക് ആദ്യം വി ഇനിഷ്യൽ കണ്ടുപിടിക്കാം. വി ഇനിഷ്യൽ ഇസ് ഈക്വൽ ടു കെ. റൈറ്റ്. എന്താണ് വി ഇനിഷ്യൽ? വി ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ. ഈ പോയിന്റിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ. അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം. ഓക്കെ, റൈറ്റ്. ഈ പോയിന്റിൽ എവൻ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്താണോ അത് തന്നെ എനിക്ക് എവൻ ഉണ്ടാക്കുന്നത്. സോ 2 ടൈംസ് കെ q² ഡിവൈഡഡ് ബൈ എൽ പ്ലസ് ഈ പോയിന്റിൽ എവൻ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ. അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കെ ഇവിടെ q² ഇല്ല, q kq ടൈംസ് ഡിവൈഡഡ് ബൈ √2L, ബിക്കോസ് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ √2L ആണ്. ഓക്കെ, സോ എനിക്ക് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ കിട്ടി. ഇനി ഫൈനൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എവൻ സെന്ററിൽ വന്നു. എവൻ സെന്ററിൽ വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ നമുക്ക് നോക്കാം. ഓക്കെ, സെന്ററിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, റൈറ്റ്. ഇപ്പൊ മനസ്സിലാക്കണം, അതായത് ഇത് സ്ക്വയർ ആണ്. സോ ഈക്വലി സിമെട്രിക് ആണ്. സോ ഈ ഡിസ്റ്റൻസും എക്സാക്ട്ലി സെയിം ആണ്. ഓക്കെ, റൈറ്റ്. ആൻഡ് ആ ഡിസ്റ്റൻസിൽ എത്രയാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഡയഗണലിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഡയഗണലിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2L, അതാണ് ഡയഗണലിന്റെ ടോട്ടൽ ലെങ്ത്. സോ അതിന്റെ ഹാഫ് ആണ് ബേസിക്കലി ഈ ലെങ്ത്, അല്ലെങ്കിൽ ഈ ലെങ്ത്, അല്ലെങ്കിൽ ഈ ലെങ്ത്, അല്ലെങ്കിൽ ഈ ലെങ്ത്. ഓക്കെ, അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ L/√2. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ സാധനം ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഓക്കെ, ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ അതായത് വി ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അറിയാം ഈ ഡിസ്റ്റൻസുകളൊക്കെ സെയിം ആ. സോ ഒരാൾ കൊടുക്കുന്ന എത്രയെന്ന് കണ്ടുപിടിച്ചാൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ എനിക്ക് എഴുതാം 3 ടൈംസ് കെ ക്യൂ ഡിവൈഡഡ് ബൈ ആ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L/√2. സോ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും 3√2 kq/L. സോ എനിക്ക് വി ഫൈനൽ കിട്ടി. സോ എനിക്ക് എഴുതാം വർക്ക് എക്സ്റ്റേണൽ ഈക്വൽ ടു Q ടൈംസ് 3√2 kq/L മൈനസ് വി ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ 2 kq ഡിവൈഡഡ് ബൈ L പ്ലസ് kq ഡിവൈഡഡ് ബൈ √2L. ഓക്കെ, റൈറ്റ്. ഞാനിത് സിംപ്ലിഫൈ ചെയ്യുക. ഇത് സിംപ്ലിഫൈ വേണ്ടി കിട്ടുന്ന എന്താണോ അതാണ് ആക്ച്വലി വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്. ഇനി വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് ആണ് എനിക്ക് വേണ്ടെങ്കിലോ, അതായത് വർക്ക് ഡൺ ബൈ ഫീൽഡ് ആണ് വേണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ നെഗറ്റീവ് എടുക്കുക. അതായത് നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ ബൈ
എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് നമുക്കറിയാം വർക്ക് ഡൺ ബൈ ഫീൽഡ് എന്ന് പറയുന്നത് Q ടൈംസ് യു ഇനിഷ്യൽ മൈനസ് യു ഫൈനൽ ആണ്. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണലിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈൻ ആണ്. നമ്മുടെ അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ മുമ്പത്തെ സെയിം പ്രോബ്ലം തന്നെയാണ്. പക്ഷേ മുമ്പത്തെ കേസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ചാർജസിനെയൊക്കെ ഞാൻ ഹിഞ്ച് ചെയ്ത് വെച്ചേക്കുക, അതിനൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് താല്പര്യമുള്ളതിനെ മാത്രമേ ഞാൻ മൂവ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഇനി ഞാൻ ആക്ച്വലി ഈ ചാർജസിനെ ഞാൻ ഫ്രീ ആയിട്ട് വിടുവാണ്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. ഓക്കെ, ഈ ചാർജസ് എല്ലാം ഇത് സ്ക്വയർ ഷേപ്പാണ് ആൻഡ് ഈ ചാർജസ് എല്ലാം ഈക്വലി സിമെട്രിക് ആണ്. സോ ഞാൻ ഇതിനെ ജസ്റ്റ് ഫ്രീ ആക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാർജസ് എല്ലാം മൂവ് ചെയ്യുന്നത് എല്ലാവരും ഒരുപോലെ ആയിരിക്കും, അതായത് ഈക്വലി സിമെട്രിക് ആയിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ ഈ 4 ചാർജസും ഈക്വലി സിമെട്രിക് ആയിട്ട് മൂവ് ചെയ്താൽ നമുക്ക് എന്തായാലും അറിയാം ഇതിന്റെ ഈ സ്ക്വയർ ഷേപ്പ് അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും, ബിക്കോസ് ഈക്വലി സിമെട്രിക് ആണല്ലോ, റൈറ്റ്? എന്ന് വെച്ചാൽ നമുക്കറിയാം ഇത് മൂവ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ സ്ക്വയർ ബിഗായി വരും. ഇതിന്റെ സ്ക്വയർ ബിഗായി വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈഡ് ലെങ്ത് ഇപ്പൊ L ആണ്, അത് 2L ഉള്ള ഒരു സ്ക്വയർ ആയിട്ട് ഈ സാധനം മാറും. എങ്ങനെ എനിക്ക് അറിയേണ്ടത്? ഇത് ബിഗറായി സൈഡ് ലെങ്ത് 2L ഉള്ള ഒരു സ്ക്വയർ ആയി മാറുമ്പോൾ ഞാൻ അതിനകത്തൊരു ചാർജ് കൺസിഡർ ചെയ്ത് ആ ചാർജിന്റെ സ്പീഡ് എത്ര, എനിക്കതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് ആലോചിക്കാം. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഒരു വെലോസിറ്റി റിലേറ്റഡ് പ്രോബ്ലം ആണ്. എപ്പോഴും മനസ്സിലാക്കുക, ഒരു പ്രോബ്ലം വെലോസിറ്റി റിലേറ്റഡ് പ്രോബ്ലം ആണെങ്കിൽ ഓക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്യാൻ നോക്കുക. അവിടെയുള്ള ഫോഴ്സസ് കൺസർവേറ്റീവ് ആണെങ്കിൽ ഓക്കെ, കാര്യം എങ്കിൽ മാത്രമേ എനിക്ക് പൊട്ടൻഷ്യൽ എനർജി യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് എനർജി ട്രൂ ആണ്, പക്ഷേ പൊട്ടൻഷ്യൽ എനർജി യൂസ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഫോഴ്സസ് കൺസർവേറ്റീവ് ആയിരിക്കണം, റൈറ്റ്? ഓക്കെ, ജസ്റ്റ് ഓൾഡ് വർക്ക് എനർജി തിയറം. ഓക്കെ, റൈറ്റ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യുക. ഓക്കെ, ഞാൻ കുറച്ചും കൂടെ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന വർക്ക് എനർജി തിയറം യൂസ് ചെയ്യാൻ. സോ നമുക്ക് എന്തായാലും എഴുതാം, അതായത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി പ്ലസ് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി. ഇനീഷ്യൽ കൈനറ്റിക് എനർജി നമുക്കറിയാം ഈ എൻറ്റയർ സിസ്റ്റം ഇനീഷ്യലി റെസ്റ്റിലാണ്, സോ ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്. പ്ലസ് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ്, നമുക്കറിയാം ഇവിടെയുള്ള ഫോഴ്സസ് ഏതാണ്? ഇതിനകത്തുള്ള ഇലക്ട്രിക് ഫോഴ്സസ് ആണ്, അവർ ചെയ്യുന്ന വർക്കാണ്. വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫോഴ്സസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, യു ഇനീഷ്യൽ മൈനസ് യു ഫൈനൽ. ഓക്കെ, അതായത് യു ഇനീഷ്യൽ മൈനസ് യു ഫൈനൽ. ഓക്കെ, റൈറ്റ്. ഇതാണ് ആക്ച്വലി വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫോഴ്സസ്. ഓക്കെ, ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി. വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, റൈറ്റ്, ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി. ഫൈനൽ കൈനറ്റിക് എനർജി നമുക്ക് എന്തായാലും അറിയാം, ഇവരെല്ലാവരും ഫൈനലി മൂവ് ചെയ്യുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എക്സാക്ട്ലി സെയിം ആയിരിക്കും, ബിക്കോസ് ദേ ആർ ഈക്വലി സിമെട്രിക്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 4 ടൈംസ്, ബിക്കോസ് 4 ചാർജസ് ഉണ്ട്, ഇൻറ്റു ഒരാളുടെ കൈനറ്റിക് എനർജി M എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാസ് ആണ്, ടൈംസ് v². ഓക്കെ, റൈറ്റ്. സോ നമ്മൾ യു ഇനിഷ്യലും യു ഫൈനലും കണ്ടുപിടിച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. സോ എന്താണ് യു ഇനിഷ്യൽ? ഓക്കെ, റൈറ്റ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. എനിക്ക് എഴുതാം UI ഈക്വൽ ടു ദിസ്. ഇനി യു ഫൈനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇവർക്കിടക്കുള്ള ലെങ്ത് 2L ആവുന്നേ ഉള്ളൂ. സോ സെയിം എക്സ്പ്രഷൻ തന്നെയാണ്. സോ 4kq² പക്ഷെ 2L പ്ലസ് 2kq² ബൈ √2 ഇൻറ്റു 2L, ബിക്കോസ് ഡിസ്റ്റൻസുകളെല്ലാം എല്ലാം 2L ആയി മാറും. ഓക്കെ, സോ എനിക്ക് കിട്ടി. സോ ഞാൻ നമ്മുടെ പഴയ എക്സ്പ്രഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതായത് ഇവരുടെ ഡിഫറൻസ്. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് എഴുതാം യു ഫൈനൽ മൈനസ് യു ഇനീഷ്യൽ എന്ന് വെച്ചാൽ ഞാൻ ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. ഓക്കെ, റൈറ്റ്. ആ കാൽക്കുലേഷൻസ് ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് വിടുന്നു. ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യുക, ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എനിക്ക് യു ഇനീഷ്യൽ മൈനസ് യു ഫൈനൽ കിട്ടും. ഞാൻ കട്ട് ചെയ്യുക, എനിക്കിവിടെ 2ന്റെ ഫാക്ടർ കിട്ടും. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഞാൻ M കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഞാൻ റൂട്ട് എടുക്കുന്നു. സോ എനിക്ക് ഇതിനകത്തുനിന്ന് വെലോസിറ്റി കിട്ടും. സോ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് നമ്മുടെ മുമ്പത്തെ അതേപോലത്തെ സ്ക്വയർ തന്നെയാണ്, അതിന്റെ 4 എൻഡ്സിനും +Q ചാർജസ് ഉണ്ട്. പക്ഷെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ഓക്കെ ഇതിന്റെ ഡയഗണലിന്റെ ടോട്ടൽ ലെങ്ത് 2L ആണ്. സോ ഹാഫ് ഡയഗണലിന്റെ ലെങ്ത് L ആണ്. കാൽക്കുലേഷന്റെ കൺവീനിയൻസിന് ഞാൻ അങ്ങനെ എഴുതുന്നേ ഉള്ളൂ, റൈറ്റ്. ഇനി നമ്മുടെ ഈ ചാർജ് സിസ്റ്റത്തിന്റെ സെന്ററിലായിട്ട് ഞാനൊരു -Q ചാർജ് ഞാൻ വെച്ചിട്ടുണ്ട്, റൈറ്റ്. ഓക്കെ, ഇനി ഞാൻ ഈ -Q ചാർജിനെ ഞാനൊരു പർട്ടിക്കുലർ വെലോസിറ്റി, ഓക്കെ, അതായത് ഞാനൊരു v വെലോസിറ്റിയിൽ ഞാൻ മുന്നോട്ട് പ്രൊജക്ട് ചെയ്യും. എനിക്കറിയേണ്ടത് ഈ -Q ചാർജ് എത്ര ഡിസ്റ്റൻസ് വരെ മാക്സിമം പോകും, എനിക്കതാണ് അറിയേണ്ടത്. നമുക്ക് ആലോചിച്ച് നോക്കാം, അങ്ങനെ ഒരു മാക്സിമം ഡിസ്റ്റൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. ഉണ്ട്. കാരണം എന്താണ്? സപ്പോസ് ഈ നമ്മുടെ ഈ -Q ചാർജ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവരെല്ലാവരും അതിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, സോ നെറ്റ് ഫോഴ്സ് ഇങ്ങോട്ടാണ്. സോ ഇത് ഇങ്ങോട്ട് പോകുന്നതും സ്ലോ ആയി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ അത് റെസ്റ്റിലാവും. സോ എനിക്കറിയേണ്ടത് മാക്സിമം എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുമെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മനസ്സിലായി മാക്സിമം ഡിസ്റ്റൻസിൽ അത് എത്തുവാണെങ്കിൽ
അതിന്റെ അർത്ഥം അതിന്റെ അവിടുത്തെ വെലോസിറ്റി 0 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ആ മാക്സിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതും വെലോസിറ്റി റിലേറ്റഡ് പ്രോബ്ലം ആണ്. സോ വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യുക. എനിക്ക് എഴുതാം വർക്ക് എനർജി തിയറം അനുസരിച്ച് ഇനീഷ്യൽ കൈനറ്റിക് എനർജി, ആ സാധനത്തിന് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്നുള്ള എന്തുകൊണ്ട് ഹാഫ് എം ടൈംസ് വി സ്ക്വയർ പ്ലസ് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ്. ഓക്കെ, റൈറ്റ്. ജസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു പോയിന്റ് ചാർജ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് മൂവ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ടൈംസ് ഇവിടെയുള്ള ഫോഴ്സസ് പറഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സസ് ആണ്. സോ വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഇനീഷ്യൽ മൈനസ് വി ഫൈനൽ. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതിന് ഇങ്ങനെ വേണമെങ്കിലും തിങ്ക് ചെയ്യാം, നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് എൻറ്റയർ സിസ്റ്റത്തിന്റെ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി. റൈറ്റ്, അതും എനിക്കിവിടെ എഴുതാം. ഓക്കെ, പക്ഷെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഞാനൊരു പോയിന്റ് ചാർജിനെ ജസ്റ്റ് ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എൻറ്റയർ സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ജസ്റ്റ് ക്യൂ ടൈംസ് വി ഇനീഷ്യൽ മൈനസ് വി ഫൈനൽ തന്നെയാണ്. ബിക്കോസ് നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തിന്റെ ബാക്കിയുള്ള ഒന്നും അവിടെ ഡിസ്റ്റർബ്ഡ് ആവുന്നില്ല. സോ ബാക്കിയുള്ള എല്ലാവരുടെയും ഇന്ററാക്ഷൻ എനർജി ഞാൻ നേരത്തെ ഹാഷ് എന്നെടുത്തിരുന്നു. ആ ഹാഷ് ഈ ക്യൂ ചാർജ് ഇവിടെ എത്തിയാലും ഹാഷ് തന്നെയാണ്. സോ ഞാൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആ ടേം മൊത്തത്തിൽ പോകും. എന്ന് വെച്ചാൽ ഞാൻ ഈ ക്യൂവിന്റെ പുറത്ത് മാത്രമുള്ള ഇന്ററാക്ഷൻ എനർജിയുടെ ഡിഫറൻസ് എടുത്താൽ മതി എനിക്ക് എന്ത് കിട്ടാൻ, പൊട്ടൻഷ്യൽ എനർജി കിട്ടാൻ, അതായത് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ എനർജി കിട്ടാൻ. റൈറ്റ്, ഓക്കെ, റൈറ്റ്. കൺഫ്യൂഷൻ ഉള്ളവർ ജസ്റ്റ് മുമ്പ് പോവുക, ഒരിക്കൽ കൂടെ ആ പാർട്ട് ജസ്റ്റ് കാണുക. ഇലക്ട്രിക് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ആയതുകൊണ്ടാണ് വി ഇനീഷ്യൽ മൈനസ് വി ഫൈനൽ എടുത്തേക്കുന്നത്. ഓക്കെ, ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി. ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ അവസാനം ഫൈനലി റെസ്റ്റിലാണ്. സോ എനിക്ക് എഴുതാം ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഞാൻ വി ഇനീഷ്യലും വി ഫൈനലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം കഴിഞ്ഞു. സോ നമുക്ക് വി ഇനീഷ്യൽ നോക്കാം. വി ഇനീഷ്യൽ ഈക്വൽ ടു, ഓക്കെ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഇതാണല്ലോ നമ്മുടെ ഇനിഷ്യൽ പൊസിഷൻ. ഓക്കെ, നമുക്കറിയാം ഈ ചാർജസ് ഈക്വലി സിമെട്രിക് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഒരാൾ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്താൽ മതി, 4 ടൈംസ് എടുത്താൽ മതി. സോ ഒരാൾ ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ക്യൂ ഡിവൈഡഡ് ബൈ എൽ, അതാണ് ഒരാൾ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിന്റെ 4 ടൈംസ്. ഓക്കെ, അടുത്ത വി ഫൈനൽ. വി ഫൈനൽ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ. ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എവൻ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ പ്ലസ് എവൻ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ പ്ലസ് എവൻ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ പ്ലസ് എവൻ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ. ഇനി നമുക്കറിയാം ഇവരെല്ലാവരും ഇവിടെ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ്. ഓക്കെ, കാണുമ്പോൾ തോന്നത്തില്ല, പക്ഷെ 3D ഇമാജിൻ ചെയ്യുക. ഇതാണ് പ്ലെയിൻ, ഈക്വൽ ഡിസ്റ്റൻസ് ആണ് എല്ലാവരും. ഓക്കെ, സോ ഒരാൾ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചാൽ മതി, ഞാൻ അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എങ്കിൽ ഒരാൾ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. ഓക്കെ, അതായത് നമ്മുടെ ഈ പ്ലെയിനും നമ്മുടെ ഈ ലൈനും മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ആൻഡ് ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഡി മാക്സ്, ആൻഡ് ഈ ഡിസ്റ്റൻസ് എൽ ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഈ ഡിസ്റ്റൻസ് ആണ്. സോ നമുക്ക് വേണ്ട ഹൈപ്പോട്ടനസ് ആണ്. സോ നമുക്ക് ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാം ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ വിത്ത് എ റൂട്ട്. ഓക്കെ, സോ എന്തായാലും എനിക്ക് എഴുതാം വി ഫൈനൽ ഇസ് ഈക്വൽ ടു കെ ക്യൂ ഡിവൈഡഡ് ബൈ ഡി മാക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ റൂട്ട്. അതാണ് ബേസിക്കലി ആ ഡിസ്റ്റൻസ്. ഇനി അവർ 4 ടൈംസ് ഉണ്ട്. സോ ഇൻറ്റു 4. ഓക്കെ, റൈറ്റ്. സോ എങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ്, ഓക്കെ, എനിക്കിതാ ഈ എക്സ്പ്രഷനകത്തുനിന്ന് എനിക്ക് എഴുതാം ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു മൈനസ് ക്യൂ ഇൻറ്റു വി ഇനിഷ്യൽ മൈനസ് വി ഫൈനൽ. ഓക്കെ, റൈറ്റ്. ഞാൻ ആ മൈനസ് സൈൻ അബ്സോർബ് ചെയ്യാനായിട്ട് ഞാൻ വി ഫൈനൽ മൈനസ് വി ഇനിഷ്യൽ എന്ന് എഴുതുന്നു. സോ ആ മൈനസ് സൈൻ പോയി, ഞാൻ വി ഫൈനൽ മൈനസ് വി ഇനിഷ്യൽ എന്ന് എഴുതാം. സോ എനിക്ക് എഴുതാം കെ ക്യൂ ഡിവൈഡഡ് ബൈ ഡി മാക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ വിത്ത് എ റൂട്ട്. ഓക്കെ, മൈനസ് 4. ഓക്കെ, ഇവിടെ ഒരു 4ന്റെ ഫാക്ടർ ഉണ്ട്. 4 കെ ക്യൂ ഡിവൈഡഡ് ബൈ എൽ. ഓക്കെ, ഞാനത് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യുന്നില്ല, ഞാനത് കുറച്ച് സ്റ്റെപ്സും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഞാനിപ്പോൾ എനിക്ക് എഴുതാം ഹാഫ് എം വി സ്ക്വയർ പ്ലസ് 4k ക്യൂ സ്ക്വയർ ബൈ എൽ. അതായത് ഞാൻ ഈ കിടക്കുന്ന ടേം ഈ ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നു. റൈറ്റ്, ഈക്വൽ ടു 4k ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി മാക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ റൈസ് ടു ഹാഫ്. ഓക്കെ, റൈറ്റ്. ഇപ്പൊ എന്തായാലും നമുക്കറിയാം നമുക്കത് ആക്ച്വലി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. റൈറ്റ്, ഇത് സിംപ്ലിഫൈ ചെയ്യുക, ഇതിനകത്ത് നമ്മൾ ഡി മാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. എങ്കിൽ എന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്താണ് എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ചാർജിന് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ, ഓക്കെ, അതായത് തിരിച്ചു വരരുത്, അതിനെത്ര വെലോസിറ്റി വേണം.
ഓക്കെ, അതാണ് എസ്കേപ്പ് വെലോസിറ്റി. അതായത് മിനിമം എത്ര വെലോസിറ്റിയിൽ ഞാൻ ഇവിടെ നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാർജിന് കംപ്ലീറ്റ്ലി ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാം. ആ സ്പീഡ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കാം, ഈ ചാർജ് എസ്കേപ്പ് ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്തുവാ? എസ്കേപ്പ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി നമ്മുടെ ആ ചാർജ് ഇൻഫിനിറ്റിയിൽ എത്തുക എന്നാണ്. ഓക്കെ, റൈറ്റ്. ഫൈനലി നമ്മുടെ ആ ചാർജ് ഇൻഫിനിറ്റിയിൽ എത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ചാർജിന്റെ ഫൈനൽ പൊട്ടൻഷ്യൽ, ഓക്കെ, ആ ചാർജിന്റെ പുറത്തുള്ള ഫൈനൽ പൊട്ടൻഷ്യൽ എത്രയാ? 0. ബിക്കോസ് ഫൈനലി ഈ ചാർജ് ഇൻഫിനിറ്റിയിലാണ് നിൽക്കുന്നത്. ഇൻഫിനിറ്റിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ പോയിന്റ് ചാർജസ് എല്ലാം അവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ 0 ആണ്. സോ നമുക്ക് പറയാം നമ്മുടെ വെലോസിറ്റി ഈക്വൽ ടു വി എസ്കേപ്പ് ഇംപ്ലൈസ് നമ്മുടെ വി ഫൈനൽ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷനിൽ എന്ത് വ്യത്യാസം വരും? ഫസ്റ്റത്തെ ഇക്വേഷനിൽ വരാൻ പോകുന്ന വ്യത്യാസം ഹാഫ് എം വെലോസിറ്റി പകരം അത് വി എസ്കേപ്പ് ആവും. സോ വി എസ്കേപ്പ് സ്ക്വയർ പ്ലസ് ക്യൂ, റൈറ്റ്. ഓ, ഞാൻ അവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തി. ഓക്കെ, റൈറ്റ്. ആക്ച്വലി നമ്മുടെ ഇക്വേഷന്റെ പോയിന്റ് ഓഫ് വ്യൂ മിസ്റ്റേക്ക് അല്ല, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിൽ വന്നൊരു മിസ്റ്റേക്ക് ആണ്. ആക്ച്വലി നമ്മുടെ ക്യൂ മൈനസ് ക്യൂ ആണ്. സോ ഇവിടെ മൈനസ് ക്യൂ എന്നാണ് ഞാൻ എഴുതേണ്ടിയിരുന്നത്. ഓക്കെ, റൈറ്റ്. സോ നമ്മുടെ എൻറ്റയർ കാൽക്കുലേഷനകത്ത് ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴൊക്കെ ഇവിടെ മൈനസ് ക്യൂവിന്റെ ഫാക്ടറാണ് വരേണ്ടിയിരുന്നത്. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ക്യൂവിന്റെ ഫാക്ടർ വരും. സോ ഓക്കെ, സോ നമ്മുടെ ഈ എൻറ്റയർ സ്റ്റെപ്പ് അത് നമ്മൾ റീവർക്ക് ചെയ്യേണ്ടി വരും. എന്തായാലും ഞാനത് ഫുള്ളും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. സോ ആ മൈനസ് ക്യൂവിന്റെ കറക്ഷൻ കൂടെ കൊടുത്തുകൊണ്ട് റീവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കറക്റ്റ് ആൻസർ കിട്ടും. സോ എനിക്ക് എന്തായാലും എഴുതാം ക്യൂ ടൈംസ്, ഓക്കെ, മൈനസ് ക്യൂ ടൈംസ് വി ഇനിഷ്യൽ മൈനസ് വി ഫൈനൽ. വി ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? വി ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന അതേ സാധനം തന്നെയാണ്. ഓക്കെ, അതായത് 4kq/L 4kq/L മൈനസ് ഫൈനൽ പൊട്ടൻഷ്യൽ 0 ആണ്, ബിക്കോസ് ഇൻഫിനിറ്റിയിലാണ്. ഓക്കെ, ഇനി എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ മീനിങ്? അത് മിനിമം വെലോസിറ്റി ടു റീച്ച് അറ്റ് ഇൻഫിനിറ്റി എന്നാണ്. എന്ന് വെച്ചാൽ ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ അത് സ്ലോ ആയി റെസ്റ്റിലായാൽ മതി. അതായത് ഈ സാധനം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ പുറകിൽ നിന്ന് നമ്മുടെ ചാർജ് ഡിസ്ട്രിബ്യൂഷനെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. റൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് അതിനെ കൊടുത്തു വിടുന്ന വെലോസിറ്റി ആ മിനിമം വെലോസിറ്റി ആണെങ്കിൽ അത് ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ റെസ്റ്റിലാവത്തേ ഉള്ളൂ. അത് ഇൻഫിനിറ്റിയിൽ എത്തി. റൈറ്റ്. ഓക്കെ, ഇപ്പൊ ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ റെസ്റ്റിലാണ്. കുറച്ചും കൂടെ കൂടുതൽ കൊടുത്ത് ഇൻഫിനിറ്റി എത്തുമ്പോൾ അത് ഫൈനൽ വെലോസിറ്റി പോകും. പക്ഷെ നമുക്ക് വേണ്ട മിനിമം വെലോസിറ്റി റിക്വയർഡ് ടു എസ്കേപ്പ് എന്നാണ്. സോ അത് ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ അതിന്റെ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കണം. സോ ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, റൈറ്റ്. എങ്ങനെ എനിക്ക് ഇതിനകത്ത് എഴുതാം? ദാറ്റ് ഇംപ്ലൈസ് ഹാഫ് എം വി എസ്കേപ്പ് സ്ക്വയർ ഈക്വൽ ടു ആ ഓവറോൾ ടേം അപ്പുറത്ത് പോകുമ്പോൾ 4kq²/L, റൈറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് വി എസ്കേപ്പ് സ്ക്വയർ ഈക്വൽ ടു 8kq²/L/m. അല്ലാന്നുണ്ടെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് വി എസ്കേപ്പ് ഇസ് ഈക്വൽ ടു √8kq²/Ln. റൈറ്റ്. അപ്പൊ ഇതാണ് അതിന്റെ എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ നമുക്കിനി അറിയേണ്ടത്, സപ്പോസ് ഇത് ഒരു 6 സൈഡ്സ് ഉള്ള പോളികളാണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, ആൻഡ് ഇതിന്റെ എല്ലാ കോർണേഴ്സിലും ഞാൻ ക്യൂ ചാർജസ് വെച്ചിട്ടുണ്ട്, ആൻഡ് സൈഡിന്റെ എല്ലാത്തിന്റെ ലെങ്ത് എല്ലാമാണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ എനർജി ഓഫ് ദ സിസ്റ്റം. റൈറ്റ്. സോ ഇതെന്തായാലും ഞാൻ പുറത്തുനിന്ന് ഓരോന്ന് കൊണ്ടുവരുന്നു, ആ സ്ട്രാറ്റജി വർക്ക് ആവത്തില്ല. ഇവിടെ ഓവറോൾ സിമെട്രി ഉണ്ട്. സോ നമ്മുടെ ബ്ലൈൻഡ് ഫോർമുല യൂസ് ചെയ്യാൻ നോക്കുക. സോ അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കുക, ആ ഫോർമുല യൂസ് ചെയ്യാൻ എനിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാനിപ്പോൾ ഈ ചാർജ് എന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ എന്തുവാണ്? ഈ ചാർജ് ഇൻറ്റു ഇതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ പ്ലസ് ഈ ചാർജ് ഇതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ പ്ലസ് ഈ ചാർജ് ഇതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ, ഞാൻ എല്ലാം കൂടെ ആഡ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എന്തായാലും അറിയാം ഈ ചാർജ് ഇൻറ്റു ഇതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ എന്താണോ അത് തന്നെ ആയിരിക്കും എവന്റെ പുറത്തും ബിക്കോസ് ഈക്വലി സിമെട്രിക് ആണ്. ഓക്കെ, റൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം എവന്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് ഞാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ബിക്കോസ് 6 ചാർജസ് അവിടെ ഉള്ളത്. റൈറ്റ്. ഓക്കെ, ശരി. ഇനി ഞാൻ ഈ ചാർജ് ഇൻറ്റു എവന്റെ പുറത്ത് ബാക്കിയുള്ള എല്ലാവരും കൊടുക്കുന്ന പൊട്ടൻഷ്യൽ കിട്ടണമെങ്കിൽ എനിക്ക് ഈ ഡിസ്റ്റൻസുകൾ അറിയണം. റൈറ്റ്. അതിൽ ഈ ഡിസ്റ്റൻസ് ഈസിയാണ്, L. എനിക്ക് ഈ ഡിസ്റ്റൻസ് അറിയണം, ആൻഡ് ഈ ഡിസ്റ്റൻസ് അറിയണം, ആൻഡ് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ഡിസ്റ്റൻസ് തന്നെ, ബിക്കോസ് ഇത് ഈക്വലി സിമെട്രിക് ആണ്. ബിക്കോസ് ഒരു ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ചാർജ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ചാർജിലോട്ടുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെയും സെയിം. സോ ഈ ഡിസ്റ്റൻസ് എക്സാക്ട്ലി സെയിം ആണ്. സോ ഞാൻ എൻ്റെ അടുത്ത ഈ 2 ഡിസ്റ്റൻസ് ഞാൻ ഇവാലുവേറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ആ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന്. നമുക്ക് എന്തായാലും അറിയാം ഇത് 6 സൈഡ്സ് ഉള്ളതുകൊണ്ട് ഇതിന്റെ ഓക്കെ, റൈറ്റ്. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 ആണ്.
ഇനി മൊത്തത്തിൽ 180 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ 60 ആണ്. ഓക്കെ, എങ്കിൽ ജസ്റ്റ് നമ്മുടെ വെക്ടർ അഡീഷന്റെ പാരലോഗ്രാം ലോ അനുസരിച്ച് റൈറ്റ് എനിക്ക് എഴുതാം. ഓക്കെ റൈറ്റ്, ഇതൊരു വെക്ടറാണ്, ഇതൊരു വെക്ടറാണ്, ഈ രണ്ട് വെക്ടറിന്റെയും റിസൾട്ടന്റ് വെക്ടറാണിത്. സോ ഈ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എനിക്ക് അറിയണമെങ്കിൽ ഈ രണ്ട് വെക്ടറിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആണ്. സോ എനിക്ക് എഴുതാം ഓക്കെ നമ്മുടെ ഈ വെക്ടറിന്റെ ലെങ്ത് ഓക്കെ ലെങ്ത്തിന്റെ സ്ക്വയർ ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ. സോ എൽ സ്ക്വയർ പ്ലസ് 2LL അതായത് എൽ സ്ക്വയർ അഗെയിൻ ഓക്കെ ടൈംസ് കോസ് ആ രണ്ട് വെക്ടേഴ്സിനിടയ്ക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. റൈറ്റ്, സോ കോസ് 60. ഓക്കെ റൈറ്റ്, ഇനി അത് എത്രയാന്ന് വെച്ചാൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു 2L സ്ക്വയർ പ്ലസ് അഗെയിൻ 2L സ്ക്വയർ ടൈം കോസ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2. സോ 1/2 റൈറ്റ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു 2L സ്ക്വയർ 1 + 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ റൈറ്റ് അവസാനം 3/2 ആണ്. സോ 2 ഉം 2 ക്യാൻസൽ ആവും. സോ 3L സ്ക്വയർ. ഓക്കെ റൈറ്റ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിന്റെ റൂട്ട് എന്ന് വെച്ചാൽ √3L അതാണ് ബേസിക്കലി ഈ ലെങ്ത്. അടുത്തത് നമുക്ക് ഈ ലെങ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, അത് ഈസിയാണ്. ബിക്കോസ് ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ നോക്കാം, എനിക്ക് ഇങ്ങനെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്താൽ ഈ ലെങ്ത് എനിക്കറിയാം. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതായത് ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ലെങ്ത് തന്നെയാണ്. ഓക്കെ റൈറ്റ്, ബിക്കോസ് ഞാൻ പറഞ്ഞു ഈ ചാർജ് കഴിഞ്ഞ് തൊട്ടടുത്ത ചാർജ് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള ചാർജിലോട്ടുള്ള ഡിസ്റ്റൻസ്. അതിനാണ് ഇവിടുത്തെയും സ്റ്റോറി. ഈ ചാർജ് കഴിഞ്ഞ് തൊട്ടടുത്ത ചാർജ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ചാർജിലുള്ള ഡിസ്റ്റൻസ് എല്ലാം ഈക്വലി സിമെട്രിക്കാ. സോ ഈ ഡിസ്റ്റൻസ് തന്നെ ഈ ഡിസ്റ്റൻസ്. സോ നമ്മുടെ ഈ ഡിസ്റ്റൻസും √3/L ആണ്. ആൻഡ് എങ്കിൽ എനിക്ക് എഴുതാം ഈ ഡിസ്റ്റൻസ്. ഓക്കെ, ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എൽ സ്ക്വയർ പ്ലസ് നമ്മുടെ ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, അതായത് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ, അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3L സ്ക്വയർ. അത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്തതേ ഉള്ളൂ. 3L സ്ക്വയർ എന്ന് വെച്ചാൽ 4L സ്ക്വയർ എന്ന് വെച്ചാൽ നമ്മുടെ ആക്ച്വലി നമ്മുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 4L സ്ക്വയറിന്റെ റൂട്ട് അതായത് 2L. സോ 2L. ഓക്കെ, സോ നമുക്ക് എല്ലാ ഡിസ്റ്റൻസുകളും കിട്ടി. റൈറ്റ്, എങ്കിൽ നമുക്ക് ബാക്കി ഇവാലുവേറ്റ് ചെയ്യാം. നമുക്ക് എഴുതാം ഓക്കെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഓക്കെ, നമുക്ക് ആദ്യം അതിൽ ഒരു ടേം എഴുതാം, അതായത് Q × V ആ ടേം എഴുതാം. സോ Q × V. ഓക്കെ റൈറ്റ്, അത്രയും സ്ഥലം തികയുമോ? റൈറ്റ്, എന്തായാലും നമുക്ക് എഴുതാം Q × V. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ ബാക്കി എല്ലാവരും കൂടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ആണ്. റൈറ്റ്, ഈ പോയിന്റിൽ എവൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ചാൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു KQ / L. റൈറ്റ്, ഇനി ഈ പോയിന്റിൽ എവൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ തന്നെയാണ് ഈ പോയിന്റിൽ എവൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ സെയിം. സോ 2 × 2. ഓക്കെ, പ്ലസ് ഈ പോയിന്റിൽ എവൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. ഈ പോയിന്റിൽ എവൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ KQ / ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3L. ഇനി നമുക്കറിയാം എവൻ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ തന്നെയാണ് എവൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ബിക്കോസ് ഈ ഡിസ്റ്റൻസ് തന്നെയാണ് ഈ ഡിസ്റ്റൻസ് ആൻഡ് ഈ ചാർജ് തന്നെയാണ് ഈ ചാർജ്. ഓക്കെ, സോ 2 × പ്ലസ് എവൻ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. അവൻ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ KQ / ആ ലെങ്ത് 2L ആണ്. റൈറ്റ്, ഓക്കെ, എവനെ പോലെ എവൻ മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഈ ലെങ്തിന് ഈക്വൽ ആണ്, ഇതിന് ഈക്വൽ ആണ്. സോ ഞാൻ എല്ലാ കേസസും ഞാൻ കൺസിഡർ ചെയ്തു. സോ എനിക്ക് കിട്ടി നമ്മുടെ ഫസ്റ്റത്തെ ടേം അതായത് Q × V. ഓക്കെ, അതായത് ഈ ചാർജ് ഇൻറ്റു ആ ചാർജിലോട്ടുള്ള പൊട്ടൻഷ്യൽ, ബാക്കി എല്ലാവരും കൊടുക്കുന്ന പൊട്ടൻഷ്യൽ, ആ ടേമാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഇവിടെ എത്ര ചാർജസ് ഉണ്ട്? അങ്ങനെ ഇവിടെ 6 ചാർജസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്താ വരുന്നത്? × 6. തീർന്നോ? ഇല്ല, നമ്മുടെ ഇക്വേഷൻ അത്ര ഓവറോൾ ഹാഫ് ഉണ്ട്. സോ ഹാഫ്. ഓക്കെ റൈറ്റ്, സോ നമുക്ക് മനസ്സിലായി നമ്മുടെ ഈ എൻറ്റയർ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഞാനിത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് പോയി ഇവിടെ 3 എന്നാക്കാം. സോ അത് ആക്ച്വലി നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക. സോ നമുക്കിപ്പോൾ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഞാൻ ഇവാലുവേറ്റ് ചെയ്തു. അടുത്ത എഗെയിൻ ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതൊരു ക്യൂബാണ് ആൻഡ് ആ ക്യൂബിന്റെ എല്ലാ കോർണേഴ്സിലും ഞാനൊരു ചാർജ് കൊണ്ടുവച്ചിട്ടുണ്ട്. ആൻഡ് ആ ചാർജസ് ആണ്, എല്ലാ ചാർജസും Q ആണ്. ഞാനത് എഴുതിയില്ലേ ഉള്ളൂ. ആൻഡ് സൈഡ് ലെങ്ത് L ആണ്. എനിക്കറിയേണ്ടത് ഫൈൻഡ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ എനർജി ഓഫ് ദ സിസ്റ്റം. സിസ്റ്റത്തിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ എനർജി ഇവിടെ എനിക്കറിയാം കംപ്ലീറ്റ്ലി സിമെട്രിക്കൽ ആണ്. സോ ഞാൻ ഒരു ടേം കണ്ടുപിടിക്കുക, മുമ്പത്തെ സെയിം അപ്രോച്ച് ഞാൻ യൂസ് ചെയ്യുക. സോ
നമുക്കറിയാം ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഇൻറ്റു ആ ക്യൂവിന്റെ പുറത്തുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ പ്ലസ് അടുത്ത ക്യൂ ഇൻറ്റു ആ ക്യൂവിന്റെ പുറത്തുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ. ഇവരെല്ലാം സിമെട്രിക്കൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ക്യൂ ഇൻറ്റു അതിന്റെ പുറത്തുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചിട്ട് അതേ വാല്യൂ തന്നെ ആയിരിക്കും ഇവിടെയുള്ള എല്ലാ ചാർജസിലും. ഇവിടെ എത്ര ചാർജസ് ഉണ്ട്? 4, 4, 8. സോ ഞാൻ കണ്ടുപിടിക്കുക, 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി മനസ്സിലാക്കുക, നമ്മുടെ ആ ഫാൻസി ഇക്വേഷന്റെ ഫ്രണ്ടിൽ ഒരു ഹാഫ് ഉണ്ട്. സോ ഞാൻ ആ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, റൈറ്റ്. സോ ഞാൻ അപ്പോൾ ആദ്യം എന്റെ ഫസ്റ്റ് ടേം, അതായത് ക്യൂ ടൈംസ് വി, ആ ടേം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എനിക്ക് എഴുതാം ക്യൂ ടൈംസ് വി. ഇനി വി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പെയർസ് ഓഫ് ഡിസ്റ്റൻസുകൾ ഞാൻ കണ്ടുപിടിക്കണം കാര്യമെങ്കിൽ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഈ ഡിസ്റ്റൻസ് ഒബ്വിയസ് ആണ്, ബിക്കോസ് അത് എൽ. ഇനി അടുത്ത ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് അടുത്ത പോസിബിൾ ആയിട്ട് വരാൻ പോകുന്ന ലെങ്ത്. ഈ ലെങ്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, ഇതെല്ലാണ്. സോ അത് √2L ആണ്. സോ ആ പോസിബിൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ √2L. സോ നമുക്കത് എഴുതി വെക്കാം. പിന്നെ അടുത്തൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ചാർജ് ഇവന്റെ പുറത്ത് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഡയഗണൽ ലെങ്ത്. ഓക്കെ, ആ ഡയഗണൽ ലെങ്ത് എന്ന് വെച്ചാൽ എനിക്ക് എഴുതാം, എനിക്ക് അഗെയിൻ പൈതഗോറസ് തിയറംസിന് എനിക്ക് എഴുതാം ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ, അതാണ് ആക്ച്വലി ഇതിന്റെ സ്ക്വയർ. റൈറ്റ്, ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം 2L², റൈറ്റ്, പ്ലസ് L², ഇവിടുത്തെ L² ഈക്വൽ ടു ദിസ്. അപ്പോൾ 2L² പ്ലസ് L² എന്ന് പറഞ്ഞാൽ 3L². ഓക്കെ, അതാണ് ഈ ലെങ്ത്തിന്റെ സ്ക്വയർ. എങ്കിൽ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ √3L. സോ ഡയഗണൽ ലെങ്ത്, അതായത് ബിഗ്ഗസ്റ്റ് ഡയഗണൽ ലെങ്ത് √3L. ഓക്കെ, സോ നമുക്ക് എല്ലാ പെയർസ് ഓഫ് ഡിസ്റ്റൻസിലും കിട്ടി. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്യൂ ഇൻറ്റു ആ ക്യൂവിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന പൊട്ടൻഷ്യൽ, ഇതാണ് എന്റെ ക്യൂ. റൈറ്റ്, സോ ഇതാണ് എന്റെ ക്യൂ. റൈറ്റ്, അവന്റെ പുറത്തുണ്ടാകുന്ന പൊട്ടൻഷ്യൽസ് ആരൊക്കെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് എവൻ ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്, അതായത് എൽ ലെങ്ത് അകലത്തിൽ നിന്നും. എവൻ എൽ ലെങ്ത് അകലത്തിൽ നിന്നാണ്, എവൻ എൽ ലെങ്ത് അകലത്തിൽ നിന്നാണ്. സോ എൽ ലെങ്ത്തിൽ നിന്ന് 3 പെയർസ് ഉണ്ട്. ഓക്കെ, സോ അവരെല്ലാവരും ഈക്വൽ കോൺട്രിബ്യൂഷനാണ് കൊടുക്കുന്നത്. സോ എനിക്ക് എഴുതാം 3 ടൈംസ് കെ ക്യൂ ഡിവൈഡഡ് ബൈ എൽ. റൈറ്റ്, സോ ഞാൻ ഈ കോൺട്രിബ്യൂഷൻ ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തത് ഈ ഡയഗണൽ, ഇവിടെ നിന്നൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഇവിടെ നിന്നൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, ആൻഡ് ഈ ഡയഗണൽ ഇവിടെ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഓക്കെ, സോ √2L ലെങ്ത് വരുന്ന ഡയഗണലിൽ നിന്ന് 3 കോൺട്രിബ്യൂഷൻ ഉണ്ട്. സോ പ്ലസ് 3KQ ബൈ √2L. ഓക്കെ, പ്ലസ് അടുത്തത് ഇനി അടുത്തത് ഇയാൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ഒറ്റ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. സോ എനിക്ക് എഴുതാം പ്ലസ് KQ ഡിവൈഡഡ് ബൈ √3L. ഓക്കെ, റൈറ്റ്. മനസ്സിലാക്കുക, ഇതെന്ന് പറഞ്ഞാൽ എവന്റെ പുറത്തുള്ള ചാർജ് ആൻഡ് ബാക്കിയുള്ള എല്ലാവരും അവന്റെ പുറത്ത് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ, അത്രേ ആയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ എവന്റെ പുറത്തുള്ള ചാർജ് ബാക്കിയുള്ള എല്ലാവരും കൊടുക്കുന്നത്, എവന്റെ പുറത്തുള്ള ചാർജ് ബാക്കിയുള്ള എല്ലാവരും കൊടുക്കുന്നത്, അങ്ങനെ 8 പേരുടെയും വേണം. സോ ഇതെല്ലാം ഈക്വലി സിമെട്രിക് ആണ്. സോ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻറ്റു 8. ഇനി മനസ്സിലാക്കുക, നമ്മുടെ ഫാൻസി ഇക്വേഷനിൽ ഒരു ഹാഫ് ഉണ്ട്. സോ ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി. എങ്കിൽ അടുത്ത കേസ്, സപ്പോസ് ഞാൻ മുമ്പത്തെ അതേ ക്യൂബ് തന്നെ ഞാൻ എടുക്കുന്നു. പക്ഷെ മുമ്പ് ഞാൻ എല്ലാ ചാർജസിനും ഞാൻ ഹിഞ്ച് ചെയ്താ വെച്ചിരുന്നേ. ഇനി ഞാൻ ഈ ചാർജസിനെ റിലീസ് ചെയ്യുന്നു. നമ്മൾ മുമ്പ് ചെയ്ത അതിന് സിമിലർ ആയിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ. എനിക്കറിയേണ്ടത് ഈ എൻറ്റയർ സിസ്റ്റം 2L ഡിസ്റ്റൻസ് ഉള്ള ഒരു ക്യൂബായി മാറുമ്പോൾ, ബിക്കോസ് അവർ ഈക്വലി സിമെട്രിക് ആയിരിക്കും മൂവ് ചെയ്ത് പോകുന്നത്. സോ 2L ഡിസ്റ്റൻസ് ഉള്ള ക്യൂബായിട്ട് മാറുമ്പോൾ ഇതിനകത്തുള്ള ഒരു പർട്ടിക്കുലർ ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആ ചാർജിന്റെ വെലോസിറ്റി എത്ര, റൈറ്റ്, എനിക്കതാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ എനിക്ക് പറയാം, ഓക്കെ, വെലോസിറ്റി റിലേറ്റഡ് പ്രോബ്ലം ആണ്. സോ വർക്ക് എനർജി തിയറം യൂസ് ചെയ്യുക. അപ്പൊ എനിക്ക് എഴുതാം, എന്തായാലും ഈ സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്. സോ ഇനീഷ്യൽ ഈ സാധനം റെസ്റ്റിലാണ്. സോ 0. ഓക്കെ, പ്ലസ് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ്. നമുക്കറിയാം വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഫോഴ്സസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫോഴ്സസ് ആണ്. സോ വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, സോ യു ഇനീഷ്യൽ മൈനസ് യു ഫൈനൽ, നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം, ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി. ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ സാധനങ്ങളും മൂവ് ചെയ്യുന്നുണ്ട്, എല്ലാവരും മൂവ് ചെയ്യുന്ന ഒരേ സ്പീഡിലായിരിക്കും. സോ ഞാൻ ഒരാളുടെ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ബിക്കോസ് 8 ചാർജസ് ഉണ്ട്. ഓക്കെ, സോ എനിക്ക് എഴുതാം ഹാഫ് എം, ഒരാളുടെ മാസാണ് എം, അയാളുടെ വെലോസിറ്റിയാണ് വി. സോ കൈനറ്റിക് എനർജി ഇൻറ്റു 8. ഓക്കെ, റൈറ്റ്. ഇനി എന്താണ് യു ഇനിഷ്യൽ?
യു ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അതായത് നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി, എൻറ്റയർ സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന നമ്പറാണ്. ഓക്കെ, നമുക്കത് വെറുതെ ഞാൻ ഫുൾ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല. ഞാൻ ഈ 2 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 4ന്റെ ഫാക്ടർ വരും. ഓക്കെ, സോ 4Q ടൈംസ് ദിസ് ഫാക്ടർ. ഓക്കെ, സോ എനിക്ക് എഴുതാം ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4Q ടൈംസ്, ഓക്കെ റൈറ്റ്, 3KQ by L, 3KQ by L plus 3KQ by root L, root 2L plus root 3L. ഓക്കെ, ഇതാണ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് 2L ആയി. സോ ഇതിനകത്ത് L എല്ലാം 2L ആക്കി മാറ്റുക. സോ എനിക്ക് എഴുതാം 4Q 3KQ by 2L plus KQ 3KQ divided by, okay, root 2 2L plus KQ root 3 2L. ഓക്കെ റൈറ്റ്, എനിക്കെല്ലാമായി. ഓക്കെ, ബിക്കോസ് ഇതിന്റെ എല്ലാത്തിന്റെ വാല്യൂസ് എനിക്കറിയാം. സോ എനിക്ക് യു ഫൈനൽ കിട്ടി, യു ഇനിഷ്യൽ കിട്ടി. ഞാൻ ഇതിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുക. സോ എനിക്ക് യു ഇനിഷ്യൽ മൈനസ് യു ഫൈനലായി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ 4ന്റെ ഫാക്ടർ വരും. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, m കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റൂട്ട് എടുക്കുക. സോ അതാണ് നമ്മുടെ വെലോസിറ്റി. അടുത്ത കേസാണ്, സപ്പോസ് ഇതൊരു ക്യൂബാണ്, റൈറ്റ്. ഓക്കെ, എല്ലാ കോർണേഴ്സിലും മുമ്പത്തെ പോലെ തന്നെ ചാർജ് ഉണ്ട്, റൈറ്റ്. ഇവിടെ ഞാൻ എല്ലാ ചാർജസിനെയും ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്, എക്സെപ്റ്റ് ദ പി എന്ന് പറയുന്ന പൊസിഷനിലിരിക്കുന്ന ചാർജ്. എങ്കിൽ നമുക്ക് നോക്കാം, ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. റൈറ്റ്, നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരെയും ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ആൻഡ് എവനെ ഞാൻ ഫിക്സ് ചെയ്യാതെ വെക്കുവാണെങ്കിൽ ഇവരെല്ലാവരും വന്നത് പെലയും, ബിക്കോസ് എല്ലാം പോസിറ്റീവ് ചാർജസ് ആണ്. എന്ന് വെച്ചാൽ ഈ പി ചാർജ് മൂവ് ചെയ്യും, റൈറ്റ്. പി ചാർജ് മൂവ് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. സോ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ചാർജ് അറ്റ് പി ഈസ് റിലീസ്ഡ്. ഫൈൻഡ് കൈനറ്റിക് എനർജി ഓഫ് ചാർജ് അറ്റ് പി വെൻ ഇറ്റ് റീച്ച് ഇൻഫിനിറ്റി. അതായത് നമ്മുടെ ഈ പി റിപ്പൽ ചെയ്ത് മൂവ് ചെയ്ത് ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ ആ പിന്റെ വെലോസിറ്റി എത്ര. ഓക്കെ റൈറ്റ്. സോ അപ്പൊ ഇത് എന്താണ്, വെലോസിറ്റി റിലേറ്റഡ് പ്രോബ്ലം ആണ്. എന്താണ് നമ്മുടെ സ്ട്രാറ്റജി? വർക്ക് എനർജി തിയറം. നമുക്ക് എന്തായാലും പറയാം ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 0 പ്ലസ് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ്. വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫോഴ്സസ് എല്ലാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ആണ്. സോ എനിക്ക് എഴുതാം Q ടൈംസ് വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V ഇനിഷ്യൽ മൈനസ് V ഫൈനൽ. നമുക്കത് ഓൾറെഡി അറിയാം, ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി. ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഫൈനലി ഈ സാധനം ഇൻഫിനിറ്റിയിലാണ് നിൽക്കുന്നത്. സോ ഇൻഫിനിറ്റിയിലെ കൈനറ്റിക് എനർജി ഹാഫ് m അതിന്റെ വെലോസിറ്റി സ്ക്വയർ. ഓക്കെ, ഇനി ജസ്റ്റ് തിങ്ക് ചെയ്യുക, എന്താണ് V ഇനിഷ്യൽ, എന്താണ് V ഫൈനൽ. V ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ, ഓക്കെ, V ഇനിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യലി ഇത് ഇവിടെ നിൽക്കുമ്പോൾ ഇതിന്റെ പുറത്തുള്ള പൊട്ടൻഷ്യൽ എനർജി. ഇതിന്റെ പുറത്തുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇവന്റെ പുറത്ത് ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൊട്ടൻഷ്യൽ. അതാണ് കുറച്ച് മുന്നേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അതാണ് ദാ ഈ കിടക്കുന്നത്. അതായത് നമ്മുടെ ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് ഈ ക്വാണ്ടിറ്റി. ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർജിന്റെ പുറത്ത് ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആണിത്. ബിക്കോസ് അതിൻ്റെ കൂടെ Q മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി, അതായത് Q ടൈംസ് V എനിക്ക് ആ ഫാക്ടർ കിട്ടിയത്. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാതും കിട്ടും. ഞാൻ ഹാഫ് ചെയ്ത് നമ്മുടെ ആ ഇക്വേഷനകത്ത് ഹാഫ് ഉള്ളതുകൊണ്ട്. സോ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഈ പർട്ടിക്കുലർ പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ്. ഇതാണ് നമ്മുടെ ക്വാണ്ടിറ്റി 3KQ by L plus 3KQ root 2L plus KQ by root 3L. ഇതാണ് നമ്മുടെ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഇനി ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ സാധനം ഫൈനലി എവിടെയാത്തുന്നേ, ഇൻഫിനിറ്റി. സോ ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എനർജി എത്രയാ, 0. സോ എനിക്ക് എഴുതാം V ഫൈനൽ ഈക്വൽ ടു 0. സോ എല്ലാമായി ഞാൻ ഇതെടുത്ത് എന്ത് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എനിക്ക് ഇതിനകത്ത് വെലോസിറ്റി എത്രയാണെന്ന് വെച്ചാൽ ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ റൈറ്റ്. സോ നമ്മുടെ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എനിക്ക് ഞാൻ ഇതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സപ്പോസ് ഞാനിപ്പോൾ എന്തായാലും എല്ലാത്തിനെയും ഹിഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ്. ഞാൻ ഈ Q ചാർജിന് ഞാൻ റിലീസ് ചെയ്തു, അത് ഇൻഫിനിറ്റിയിലെത്തി വിത്ത് ദിസ് മച്ച് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ദിസ് മച്ച് വെലോസിറ്റി. അതെനിക്ക് ഇവിടെ നിന്ന് ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ഇനി എനിക്കറിയേണ്ടത്, ഞാൻ അവനെ റിലീസ് ചെയ്തതിന് ശേഷം, ഓക്കെ, അതായത് അവൻ ഇൻഫിനിറ്റിയിലെത്തി, അതിനുശേഷം ഞാൻ ഈ ക്യൂവിലിരിക്കുന്ന ആളെ ഞാൻ റിലീസ് ചെയ്യുന്നു. എനിക്കറിയേണ്ടത് അവൻ ഇൻഫിനിറ്റിയിലെത്തുന്ന വെലോസിറ്റി എത്ര. ഓക്കെ റൈറ്റ്, അതും നമുക്ക് ഈസിയാണ്. നമുക്ക് പറയാം എഗെയിൻ
വർക്ക് എനർജി തിയറം. ഇനിഷ്യൽ കൈനറ്റിക് എനർജി, റൈറ്റ്, ഇനിഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്, പ്ലസ് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ്. വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ Q ടൈംസ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ആണ് വർക്ക് ചെയ്യുന്നത്. സോ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ മൈനസ് ഫൈനൽ പൊട്ടൻഷ്യൽ, VI മൈനസ് V ഫൈനൽ ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി. ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജി. ഓക്കെ, റൈറ്റ്, ശരി. ഇവിടെ V ഫൈനൽ എന്തായാലും 0 ആണ്, നോ ഡൗട്ട്, ബിക്കോസ് അത് ഇൻഫിനിറ്റിയിലാണ്. V ഇനീഷ്യൽ എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ മുമ്പത്തെ സെയിം പ്രോബ്ലം, പക്ഷെ നമ്മുടെ ഈ ചാർജ് ഇവിടെ ഇല്ല, ഇവൻ മാത്രം ഇവിടെ നിൽക്കുവാണെങ്കിൽ ഇവരെല്ലാവരും ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, അതൊന്ന് തിങ്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, ഈസിയാണ്. അതായത് എക്സാക്ട്ലി നമ്മൾ മുമ്പ്, അതായത് ഇവിടെ എല്ലാവരും ഉള്ളപ്പോൾ എവന്റെ പുറത്ത് എത്ര പൊട്ടൻഷ്യൽ ആക്ട് ചെയ്തോ, ഓക്കെ, അതിൽ നിന്ന് ഇതിൽ ഒരാളുടെ കോൺട്രിബ്യൂഷൻ ഞാൻ കളഞ്ഞാൽ മതി. ഓക്കെ, റൈറ്റ്, അതല്ല ആക്ച്വലി എവന്റെ കേസിലും സംഭവിക്കുന്നത്. അതായത് സപ്പോസ് ഇവിടെ P ഉണ്ടെങ്കിൽ, ഇവിടെ ഈ P ഉണ്ടെങ്കിൽ എവന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഇതാണ്. ഈ P ഇല്ലെങ്കിലോ, എവൻ കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, ആ കോൺട്രിബ്യൂഷൻ എത്രയാ? KQ/L. അത് കാണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടേമിൽ ഒരു KQ/L കാണില്ല. എന്ന് വെച്ചാൽ ഇത് 2KQ/L ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, എക്സാക്ട്ലി എന്തുവാണ്? 2KQ/L പ്ലസ് 3KQ/√2L പ്ലസ് KQ/√3L. ഇതാണ് നമ്മുടെ V ഇനീഷ്യൽ. സോ എനിക്ക് ഇതിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇതിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. സോ എനിക്ക് അതിനെ V കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമ്മൾ തിങ്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് വളരെ സെൻസിബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, ഓക്കെ, ഇത് 0 ആണ്. ഇത് 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു Q ടൈംസ് VI. Q എന്തായാലും ജസ്റ്റ് നമ്പർ ആണ്, സോ നമ്മുടെ VI-നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഇൻഫിനിറ്റിയിൽ എത്താൻ പോകുന്ന ആദ്യം വിട്ട ആളാണ്, ബിക്കോസ് അവനെ ബാക്കി എല്ലാവരും റിപ്പൽ ചെയ്യും, റൈറ്റ്? ഓക്കെ, സോ അവൻ ഹയസ്റ്റ് സ്പീഡിലായിരിക്കും എത്തുന്നത്. രണ്ടാമത് വിട്ടാൾ കുറച്ചും കൂടെ സ്ലോവർ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അതിനെ റിപ്പൽ ചെയ്യാൻ ആദ്യം വിട്ടവൻ ഇല്ല, അവൻ ഓൾറെഡി പോയി കഴിഞ്ഞു. സോ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ബിക്കോസ് ആദ്യത്തെ കേസിൽ കണ്ടോ ഈ പൊട്ടൻഷ്യൽ ഇത്രയും ഉണ്ടായിരുന്നു, ഇവിടെ 3ന്റെ ഫാക്ടർ ഉണ്ടായിരുന്നു. രണ്ടാമത്തേലാണെങ്കിലോ 2ന്റെ ഫാക്ടർ മാത്രമേ ഉള്ളൂ. സോ ഈ ടേം, അതായത് നമ്മുടെ VI-ന്റെ ടേം ചെറുതാണ്. സോ നമ്മുടെ കൈനറ്റിക് എനർജി കുറവായിരിക്കും. അതായത് ആദ്യം വിടുന്ന ആൾ നല്ല സ്പീഡിൽ പോകും, രണ്ടാമത് വിടുന്ന ആൾ കുറച്ചും കൂടെ സ്ലോവർ ആയിട്ടായിരിക്കും പോകുന്നത്. ഞാൻ ഇനിയും ആൾക്കാരെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാവരും കുറെ കൂടെ സ്ലോവർ ആയിട്ടായിരിക്കും ഇൻഫിനിറ്റിയോട് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ക്ലോസസ്റ്റ് അപ്രോച്ച് പ്രോബ്ലംസ്. അപ്പൊ നമുക്ക് നോക്കാം, റൈറ്റ്? സപ്പോസ് ഇതൊരു ചാർജ് ആണ്. ഓക്കെ, ആ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ക്യാപിറ്റൽ Q ആൻഡ് അതിന്റെ മാസ് ആണ് ക്യാപിറ്റൽ M. അത് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, ഇതാണ് എന്റെ ഫസ്റ്റ് കേസ്, ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. രണ്ടാമതൊരു ചാർജ് ആണ്, അതിന്റെ പ്ലസ് Q, അതിന്റെ മാസ് ആണ് സ്മോൾ m, അതിന്റെ സാധനത്തിന് ഞാൻ V വെലോസിറ്റി ഇതിന്റെ അടുത്തോട്ട് മൂവ് ചെയ്യിപ്പിക്കുകയാണ്. ഇനിഷ്യലി ഇവർക്കിടയ്ക്കുള്ള സെപ്പറേഷൻ ഇൻഫിനിറ്റ് സെപ്പറേഷൻ ആണെന്ന് വെച്ചു. അതായത് ഇൻഫിനിറ്റിന്ന് ഈ സാധനത്തിന് അടുത്തോട്ട് V വെലോസിറ്റിയിൽ മോഷൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സ്മോൾ Q ചാർജ് വരുവാണ്. എനിക്കറിയേണ്ടത്, നമുക്ക് എന്തായാലും അറിയാം ഈ ചാർജ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവൻ റിപ്പൽ ചെയ്യും, റൈറ്റ്? ഓക്കെ, റിപ്പൽ ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ ഈ സാധനം റെസ്റ്റിലാവും, റൈറ്റ്? റെസ്റ്റിലായി കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? ഇവർക്കിടയ്ക്ക് ഒരു ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വന്നു. സോ അതാണ് ആക്ച്വലി ക്ലോസസ്റ്റ് അപ്രോച്ച്. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ട ക്ലോസസ്റ്റ് അപ്രോച്ച് ഡിസ്റ്റൻസ് ആണ്. ബിക്കോസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റിപ്പൽ ചെയ്ത് വരുന്നതുകൊണ്ട് ആ ക്ലോസസ്റ്റ് അപ്രോച്ചിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത്, ബിക്കോസ് അത് റിപ്പൽ ചെയ്യുവാണ്. സോ അത് തിരിച്ചു പോകും. ഓക്കെ, അപ്പൊ നമുക്ക് അറിയേണ്ടത് ഈ സാധനം മാക്സിമം എത്ര അടുത്ത് വരെ എത്തും, അതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതും ഒരു വെലോസിറ്റി റിലേറ്റഡ് പ്രോബ്ലം ആണ്. സോ നമ്മുടെ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം? വർക്ക് എനർജി തിയറം നമുക്ക് എഴുതാം. നമ്മുടെ ഈ വരുന്ന ചാർജിന്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ½mv² പ്ലസ് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ്. ഇവിടെ ഏതൊക്കെ ഫോഴ്സസ് ആണ് വർക്ക് ചെയ്യുന്നത്? ഇവിടെ എല്ലാം വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രിക് ഫോഴ്സസ് ആണ്. സോ വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം U initial minus U final. Initial potential energy minus final potential energy equal to final kinetic energy. Because നമ്മൾ സംസാരിക്കുന്നത് ക്ലോസസ്റ്റ് അപ്രോച്ചിനെ പറ്റിയാണ്. ക്ലോസസ്റ്റ് അപ്രോച്ചിൽ ആ സാധനം റെസ്റ്റിലാണ്. സോ ഫൈനൽ കൈനറ്റിക് എനർജി 0. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. U initial. ഓക്കെ, U initial എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇനിഷ്യലി ഇത് എത്ര ഡിസ്റ്റൻസിൽ നിൽക്കുക? ഇൻഫിനിറ്റി നിൽക്കുക. സോ U initial 0 ആണ്. ഓക്കെ, റൈറ്റ്. അടുത്ത U final എന്ന് പറഞ്ഞത് ക്ലോസസ്റ്റ് അപ്രോച്ചിലെത്തി. ക്ലോസസ്റ്റ് അപ്രോച്ച് സപ്പോസ് ഇതാണ് നമ്മുടെ ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് വെച്ചാൽ, അതായത് ഇതാണ് നമ്മുടെ D മിനിമം, റൈറ്റ്? എങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ചാൽ എനിക്ക് എഴുതാം KQ ഡിവൈഡഡ് ബൈ ആ ഡിസ്റ്റൻസ് D മിനിമം. സോ എനിക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ½mv² പ്ലസ് 0 മൈനസ് KQQ ഡിവൈഡഡ് ബൈ D മിനിമം.
ഈക്വൽ ടു 0. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു സ്ലൈറ്റ് സിംപ്ലിഫിക്കേഷൻ എനിക്ക് എഴുതാം ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ക്യൂ ഡിവൈഡഡ് ബൈ ഡി മിനിമം. ദാറ്റ് ഇംപ്ലൈസ് എനിക്ക് ഇതിനകത്ത് എഴുതാം ഡി മിനിമം ഈക്വൽ ടു റൈറ്റ്, അതായത് ഈ ടേം ഇപ്പുറത്ത് പോകുന്നു, ബാക്കിയെല്ലാം ഇപ്പുറത്ത് കൊണ്ടുവരുന്നു റൈറ്റ്. അപ്പോൾ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഓക്കെ 2KQQ ഡിവൈഡഡ് ബൈ, അതായത് ഞാൻ ഈ 2 ഇങ്ങോട്ട് കൊണ്ടുവന്നു ആൻഡ് ഈ സാധനം ഇങ്ങോട്ട് പോയി, ഡിവൈഡഡ് ബൈ എം വി സ്ക്വയർ റൈറ്റ്. സോ അപ്പോൾ ഇതാണ് എൻ്റെ ഡി മിനിമത്തിന്റെ ഇക്വേഷൻ ഈ കേസിൽ. അടുത്ത സിനാരിയോ എന്ന് പറഞ്ഞാൽ ഇതാണ്. മുമ്പത്തെ സിനാരിയോ കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാർജസ് അതായത് ഈ ചാർജിനെ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ പറയുന്നു ഈ ചാർജ് ഫിക്സഡ് അല്ല, ആ ചാർജിനെ മൂവ് ചെയ്യാം. ഓക്കെ റൈറ്റ്. എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും നമുക്കൊന്ന് ആദ്യം ആലോചിക്കാം, എന്നിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് നോക്കാം, ഇത് മുന്നോട്ട് വരുന്നതിനനുസരിച്ച് യവൻ എന്തായാലും യവനെ റിപ്പൽ ചെയ്യും. ഓക്കെ, ന്യൂട്ടന്റെ തേർഡ് ലോ അനുസരിച്ച് യവന്റെ പുറത്ത് റിപ്പൾസീവ് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതേ റിപ്പൾസീവ് ഫോഴ്സ് അവന്റെ പുറത്തും കൊടുക്കുന്നുണ്ട്. സോ യവനും റെസ്റ്റിലിരിക്കത്തില്ല, യവനും ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, പക്ഷെ യവന് ഇനീഷ്യലി ഇങ്ങോട്ടൊരു വെലോസിറ്റി ഉണ്ട്. സോ യവൻ ഇങ്ങോട്ട് മൂവ് ചെയ്യും, യവനും ഇങ്ങോട്ട് മൂവ് ചെയ്യും. എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഒരു മിനിമം ഡിസ്റ്റൻസ് ആവും റൈറ്റ്. ബിക്കോസ് യവൻ മോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഗ്രാജുവലി അവന്റെ സ്പീഡ് കൂടി വരുക. യവന്റെ സ്പീഡ് ആണെങ്കിലോ ഇനീഷ്യലി ഒരു ലാർജ് സ്പീഡാണ്, ആ സ്പീഡ് ഗ്രാജുവലി കുറഞ്ഞു വരുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കിടയ്ക്ക് ഒരു മിനിമം സ്പീഡ് ഒരു പോയിന്റ് എത്തുമ്പോൾ ഇവർ അച്ചീവ് ചെയ്യും. ഓക്കെ റൈറ്റ്, എന്നുവെച്ചാൽ രണ്ടുപേരും ഈക്വൽ സ്പീഡ് അച്ചീവ് ചെയ്യും ഒരു പോയിന്റ് എത്തുമ്പോൾ. ബിക്കോസ് അവന്റെ സ്പീഡ് കൂടി പോവുകയാണ്, അവന്റെ സ്പീഡ് കുറഞ്ഞു വരുവാണ്. സോ നമുക്ക് എന്തായാലും അറിയാം ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. സോ ഇവിടുത്തെ മൊമെന്റം കൺസർവ്ഡ് ആണ്. സോ നമുക്ക് മൊമെന്റം കൺസർവേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനലി ഇവർ ഒരുമിച്ച് മൂവ് ചെയ്യുന്ന, അതായത് ആ ഒരു കോമൺ വെലോസിറ്റി, അത് നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തായാലും എഴുതാം ഈ സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ എവൻ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. സോ എനിക്ക് എഴുതാം ഇനിഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ടൈംസ് വി, ഓക്കെ സ്മോൾ എം ടൈംസ് വി ഈക്വൽ ടു ഫൈനൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരേ വെലോസിറ്റിയിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ മുന്നോട്ട് പോകും റൈറ്റ്. ആ വെലോസിറ്റിയാണ്. ആ വെലോസിറ്റി ഞാൻ വി ഫൈനൽ എന്ന് എഴുതുവാണെങ്കിൽ ഫൈനൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരേ സ്പീഡിലല്ലേ പോകുന്നത്. സോ എനിക്ക് എഴുതാം ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ എം പ്ലസ് ക്യാപിറ്റൽ എം ടൈംസ് വി ഫൈനൽ. ഓക്കെ റൈറ്റ്. അല്ലെങ്കിൽ എനിക്ക് എഴുതാം വി ഫൈനൽ ഈക്വൽ ടു എം വി ഡിവൈഡഡ് ബൈ എം പ്ലസ് ക്യാപിറ്റൽ എം. ഓക്കെ, ഒരിക്കലും കരുതരുത് ഇവർ രണ്ടുപേരും വി വെലോസിറ്റിയിൽ, അതായത് ഫൈനലി അവർ കോൺസ്റ്റന്റ് സെയിം വെലോസിറ്റിയിലായി ഒരുമിച്ച് പോകുന്ന ഒരിക്കലും കരുതരുത്. അങ്ങനെയല്ല സംഭവിക്കുന്നത് റൈറ്റ്. അതായത് ഈ സാധനം സ്പീഡ് കൂടി വരുവാണ്, ഇവന്റെ സ്പീഡ് കുറഞ്ഞു വരുവാണ്. ഒരു പോയിന്റ് എത്തുമ്പോൾ ഇവർ രണ്ടുപേരുടെ സ്പീഡ് ഈക്വലന്റ് ആവും റൈറ്റ്. എന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു യവന്റെ സ്പീഡ് 0 ആണ്. സോ അതാണ് ക്ലോസസ്റ്റ് അപ്രോച്ച് റൈറ്റ്. ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റിയുടെ കോൺസെപ്റ്റ് നോക്കുക റൈറ്റ്. ആഫ്റ്റർ ദാറ്റ് വിത്ത് റെസ്പെക്ട് ടു യവൻ തിരിച്ചു പോകുന്നതായിട്ട് തോന്നും റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ യവനും മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു പോയിന്റ് ഇവരുടെ ഡിസ്റ്റൻസ് ഈക്വൽ ആവും, ഡിസ്റ്റൻസ് മിനിമം ആവും. ആഫ്റ്റർ ദാറ്റ് ഇവരിങ്ങനെ പോകും റൈറ്റ്. സോ അപ്പോൾ വി ഫൈനൽ ഇസ് ഈക്വൽ ടു എം വി ഡിവൈഡഡ് ബൈ എം പ്ലസ് എം റൈറ്റ്. സോ എനിക്ക് വി ഫൈനൽ കിട്ടി, അതായത് ഇവർക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇവർക്കിടയ്ക്ക് വരുന്ന വെലോസിറ്റി കിട്ടി. എങ്കിൽ വർക്ക് എനർജി തീരം അനുസരിച്ച് എനിക്ക് എഴുതാം ഇനീഷ്യൽ കൈനറ്റിക് എനർജി പ്ലസ് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി. ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ പ്ലസ് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് റൈറ്റ്. ഇവിടെ നല്ല ചോക്കാം ഇവിടെ ഏതൊക്കെ ഫോഴ്സസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. ഇവിടെ ഏതൊക്കെ ഫോഴ്സസ് വർക്ക് ചെയ്യുന്നു പറഞ്ഞാൽ ഇവിടെയുള്ള ഫോഴ്സസ് ഏതൊക്കെ മാത്രമാണ് നമ്മുടെ ഇന്റേണൽ ഫോഴ്സസ് മാത്രം. ഇന്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് മാത്രം. സോ വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ യു ഇനീഷ്യൽ മൈനസ് യു ഫൈനൽ ഓക്കെ ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി. പക്ഷെ നമുക്കറിയാം ഫൈനലി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിലാവുമ്പോൾ, ഷോർട്ടസ്റ്റ് എന്ന് വെച്ചാൽ ക്ലോസസ്റ്റ് അപ്രോച്ചിലാവുമ്പോൾ ഇവർ രണ്ടുപേരും ഈക്വൽ വെലോസിറ്റിയിലാണ് പോകുന്നത്. സോ ഇവരുടെ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി എഫ് ആണ്. സോ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം പ്ലസ് ക്യാപിറ്റൽ എം ഓക്കെ ടൈംസ് വി എഫ് സ്ക്വയർ. വി എഫ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം വി ഡിവൈഡഡ് ബൈ എം പ്ലസ് ക്യാപിറ്റൽ എം ഹോൾ സ്ക്വയർ റൈറ്റ്. ഇനി നമുക്കറിയാം നമ്മുടെ യു ഇനീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. സോ 0. യു ഫൈനൽ ഓക്കെ, യു ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിലായിരിക്കുമ്പോൾ ഇവർക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ എനർജി അത് ഈസി ഈക്വൽ ടു കെ ക്യൂ ഡിവൈഡഡ് ബൈ ഡി മിനിമം. ഓക്കെ റൈറ്റ്. എങ്കിൽ ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ഓക്കെ ഹാഫ് എം വി സ്ക്വയർ മൈനസ് കെ ക്യൂ ബൈ ഡി മിനിമം ഈക്വൽ ടു ഹാഫ് m plus capital M times mv divided by m plus capital M whole square.
റൈറ്റ്. ഓക്കെ, എനിക്ക് ഇതിനകത്തുനിന്ന് ബാക്കി എല്ലാ ടേംസ് എല്ലാം അപ്പുറത്ത് കൊണ്ട് എനിക്ക് ഡി മിനിമം ഇവാലുവേറ്റ് ചെയ്യാം. ഞാൻ ഡി മിനിമം കണ്ടുപിടിച്ച് ഞാൻ എനിക്ക് കിട്ടാൻ പോകുന്ന എക്സ്പ്രഷൻ, ഓക്കെ, ജസ്റ്റ് സിംപ്ലിഫൈ നോക്കുക. എനിക്ക് കിട്ടാൻ പോകുന്ന എക്സ്പ്രഷൻ എന്നതായിരിക്കും ഡി മിനിമം ഈസ് ഈക്വൽ ടു 2k q ക്യാപിറ്റൽ Q ടൈംസ് m പ്ലസ് ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ സ്മോൾ m ക്യാപിറ്റൽ M ടൈംസ് v സ്ക്വയർ. റൈറ്റ്. അപ്പോൾ ഇതാണ് ഞാൻ ഡി മിനിമം ഇവാലുവേറ്റ് ചെയ്താൽ എനിക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന ആൻസർ. അപ്പോൾ അടുത്ത കേസ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. റൈറ്റ്. അതായത് നമ്മുടെ ഫസ്റ്റത്തെ ചാർജ് അതിനെ ഞാൻ ഫിക്സ് ചെയ്ത് തന്നെ വെച്ചേക്കുവാണ്. രണ്ടാമത്തെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇമ്പാക്ട് പാരാമീറ്ററിൽ, അതായത് സെന്ററിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് മാറിയിട്ടാണ് ഒരു വി വെലോസിറ്റി വരുന്നത്. എങ്കിൽ നമുക്ക് അതിന്റെ മോഷൻ എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. മോഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നേരത്തെ ഇങ്ങനെയായിരിക്കും പോകുന്നത്. റൈറ്റ്, ബിക്കോസ് അവൻ റിപ്പൽ ചെയ്യും. റൈറ്റ്. ഓക്കെ, എങ്കിൽ നമുക്കറിയാം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവന്റെ പുറത്തുനിന്ന് ഇതിലോട്ടൊരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യണം. റൈറ്റ്. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, റൈറ്റ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഫിഗറിൽ നിന്ന് അത് ഒബ്വിയസ് ആണ്, ബിക്കോസ് നിങ്ങൾ പെർപെൻഡിക്കുലർ അല്ല വേറെ ഏത് ഡിസ്റ്റൻസ് വരച്ചാൽ അത് ബിഗർ ആയിരിക്കും. ഓക്കെ, പിന്നെ അതിന്റെ കറക്റ്റ് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റൈറ്റ്. ഈ ഡിസ്റ്റൻസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ, സപ്പോസ് ഓക്കെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒബ്ജക്റ്റിലോട്ട് ഞാൻ റേഡിയൽ ഡിസ്റ്റൻസ് വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ റൈറ്റ്, ഈ ഒബ്ജക്റ്റിനും ഈ പോയിന്റിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഷോർട്ടസ്റ്റ് ആവണമെങ്കിൽ, ഓക്കെ റൈറ്റ്, ഈ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയുടെ ഈ റേഡിയൽ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് 0 ആയിരിക്കണം. റൈറ്റ്, ബിക്കോസ് വെലോസിറ്റിയുടെ റേഡിയൽ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം ഈ റേഡിയൽ കമ്പോണന്റ് റെഡ്യൂസ് ചെയ്യത്തില്ല എന്ന്. റൈറ്റ്. ഓക്കെ, റൈറ്റ്. റെഡ്യൂസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിൽക്കുന്നതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ബിക്കോസ് അതിലും ചെറുതില്ല, അതിലും ചെറിയ റേഡിയൽ ലെങ്ത് ഇല്ലെന്ന്. റൈറ്റ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒബ്ജക്റ്റ് ഞാൻ ഈ ലെങ്ത് വരയ്ക്കുമ്പോൾ നമ്മുടെ ഈ ലെങ്തിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അർത്ഥം റേഡിയൽ കമ്പോണന്റിൽ വെലോസിറ്റി ഇല്ലെന്ന്. റൈറ്റ്. അതുകൊണ്ടാണ് ആക്ച്വലി ഈ പെർപെൻഡിക്കുലർ ഞാൻ ഡ്രോ ചെയ്യുന്ന ആ ഡയറക്ഷനിലായിരിക്കും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയാൻ കാരണം. അതാണ് അതിന്റെ കറക്റ്റ് റീസൺ. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. റൈറ്റ്. ഇവിടെയും നമ്മൾ എക്സാക്ട്ലി വെലോസിറ്റി റിലേറ്റഡ് പ്രോബ്ലം ആണോ? റൈറ്റ്. നമ്മൾ വർക്ക് എനർജി തിയറി അപ്ലൈ ചെയ്യുക. റൈറ്റ്. നമുക്ക് എഴുതാം ഇനിഷ്യൽ കൈനറ്റിക് എനർജി ½mv² plus work done by all forces u initial minus u final equal to final kinetic energy. ഫൈനൽ കൈനറ്റിക് എനർജി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഞാൻ കൺസിഡർ ചെയ്യുന്നു, സപ്പോസ് ഈ ഒബ്ജക്റ്റ് ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ അതിനൊരു വെലോസിറ്റി ഉണ്ടാവും. ഞാൻ അതിനെ വി ഫൈനൽ എന്നങ്ങ് വിളിക്കാൻ പോവുക. ഓക്കെ റൈറ്റ്. സോ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഫൈനൽ. സോ ½mv final². ഓക്കെ, ഇനി നമുക്ക് എന്തായാലും അറിയാം യു ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ 0 ആണ്, ബിക്കോസ് ആ ഇൻഫിനിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. യു ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്. അവിടെ എത്തുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എഴുതാം കെ ക്യൂ ഡിവൈഡഡ് ബൈ ഡി മിനിമം. അതാണ് അവിടെ എത്തുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ റൈറ്റ്. ഇനി അടുത്തത് എനിക്ക് ഈ വി ഫൈനൽ, ബിക്കോസ് ഞാൻ അതിനും കൂടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, കാര്യം എങ്കിൽ മാത്രമേ എനിക്ക് ഡി മിനിമം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഡി മിനിമം ഇൻ ടേംസ് ഓഫ് വി എഫിലായിരിക്കും കിട്ടുന്നത്. സോ ഞാൻ എന്തെങ്കിലും ചെയ്ത് ഈ ഡി എഫിനെ കൺവേർട്ട് ചെയ്യണം, വി എഫിനെ കൺവേർട്ട് ചെയ്യണം. സോ ഓക്കെ, അതിനിടെ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട പ്രിൻസിപ്പിൾ ആണ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. റൈറ്റ്. ഓക്കെ, അതായത് റൊട്ടേഷൻ മോഷണൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇപ്പൊ തന്നെ അത് മനസ്സിലായി കാണും. ഇതൊരു സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം ആണ്. സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലത്തിൽ ആംഗുലർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും, ബിക്കോസ് നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് ടോർക്ക് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോർക്ക് 0 ആണ്. സോ ആംഗുലർ മൊമെന്റം കൺസേർവ്ഡ് ആണ്. സോ ഞാൻ വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് ഞാൻ ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, അപ്പൊ എനിക്ക് എഴുതാം വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് ഈ സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ ആംഗുലർ മൊമെന്റം. റൈറ്റ്. ഇനീഷ്യൽ ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ റൈറ്റ്, ആംഗുലർ മൊമെന്റം എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ഡയറക്ഷനുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ റൈറ്റ്. അപ്പൊ ഇനിഷ്യലി നമ്മുടെ മാസ് ഇൻറ്റു വെലോസിറ്റിയുടെ ഡയറക്ഷനുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡി ആണ്. റൈറ്റ്. സോ ഇൻറ്റു ടി. ഓക്കെ, അതെന്തിന് ഈക്വൽ ആയിരിക്കും? ഫൈനലുള്ള ആംഗുലർ മൊമെന്റത്തിന് ഈക്വൽ ആയിരിക്കും. ഫൈനലുള്ള ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ഫൈനലുള്ള വെലോസിറ്റി ഇൻറ്റു ആ വെലോസിറ്റിയുടെ ഡയറക്ഷനുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ കേസിൽ ഡി മിനിമം. സോ എനിക്ക് എഴുതാം ഡി മിനിമം. മാസം കട്ട് ചെയ്ത് പോവും. സോ എനിക്ക് അതിനകത്ത് കിട്ടും വി എഫ് ഈക്വൽ ടു വി ഡി ഡിവൈഡഡ് ബൈ ഡി മിനിമം. സോ എനിക്ക് എല്ലായിടത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എനിക്ക് എൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? ½mv² പ്ലസ് 0 മൈനസ്, സോ ഞാൻ അതിനെ മൈനസ് എന്ന് എഴുതാം, മൈനസ്
K Q Q D minimum equal to half M, okay, times VF square. VF square എന്ന് പറഞ്ഞാൽ V D divided by D minimum whole square. റൈറ്റ്, ഓക്കെ, റൈറ്റ്. ഇനി ജസ്റ്റ് ഈ എക്സ്പ്രഷൻ നോക്കുക. എനിക്ക് ഈ എക്സ്പ്രഷൻ ആണെന്ന് എന്തായാലും ഡി മിനിമത്തിന് എനിക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഇതൊരു ഇൻഫിനിറ്റ് ഷീറ്റ് ആണ്, അതിന്റെ പുറത്തുള്ള ചാർജ് പെർ യൂണിറ്റ് ഏരിയ സിഗ്മയാണ്, അതിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്, അത് ഫിക്സഡ് അല്ല, അതായത് ഈ ഷീറ്റിന് മൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഞാൻ ആ ഷീറ്റിൽ നിന്ന് ഒരു എൽ ലെങ്ത് അകലെ ഞാനൊരു ക്യൂ ചാർജിനെ വി വെലോസിറ്റിയിൽ ഞാൻ മൂവ് ചെയ്യിപ്പിക്കുന്നു. റൈറ്റ്. ഇനി കണ്ടുപിടിക്കേണ്ടത് ഇവർക്കിടയ്ക്കുള്ള ക്ലോസസ്റ്റ് അപ്രോച്ച്. അപ്പൊ ഇവിടുത്തെ കോംപ്ലിക്കേഷൻസ് ആലോചിച്ച് നോക്കുക. എവൻ മുന്നോട്ട് വരുന്നതിനനുസരിച്ച് ഇവിടെ റിപ്പൾഷൻ ഉണ്ടാവും. ഇവർക്കിടയ്ക്ക് റിപ്പൾഷൻ ഉള്ളതുകൊണ്ട് തന്നെ എവനും ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ മുമ്പത്തെ അതേ ഫിനോമിന നടക്കും. അതായത് ഇവർ രണ്ടുപേരും മൂവ് ചെയ്യും. ഓക്കെ, ഒരു പോയിന്റ് എത്തുമ്പോൾ രണ്ടുപേരുടെയും വെലോസിറ്റി എക്സാക്ട്ലി സെയിം ആവും. അപ്പോഴാണ് ക്ലോസസ്റ്റ് അപ്രോച്ച് ഉണ്ടാകുന്നത്. ഓക്കെ, ബിക്കോസ് വെലോസിറ്റി സെയിം ആകുമ്പോഴാണ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദിസ് ചാർജ് വിത്ത് റെസ്പെക്ട് ടു ഷീറ്റ് 0 ആവുന്നത്. അതായത് ഷീറ്റിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ചാർജ് റെസ്റ്റിലായതായിട്ട് തോന്നുന്നത്. അതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ക്ലോസസ്റ്റ് അപ്രോച്ച്. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് നോക്കാം. സോ നമുക്ക് മനസ്സിലായി ക്ലോസസ്റ്റ് അപ്രോച്ച് വരുമ്പോഴായിരിക്കും ഇവർക്ക് രണ്ടുപേർക്കും ഇടയ്ക്കുള്ള, അതായത് രണ്ടുപേരും കോമൺ വെലോസിറ്റി മൂവ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. സോ എന്തായാലും ഇത് വെലോസിറ്റി റിലേറ്റഡ് പ്രോബ്ലം ആണ്. സോ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് കൺസർവേഷൻ ഓഫ് എനർജി അല്ലെങ്കിൽ വർക്ക് എനർജി തിയറി അപ്ലൈ ചെയ്യുക, എന്നിട്ട് ബാക്കി തിങ്ക് ചെയ്യുക. സോ നമുക്ക് എഴുതാം നമ്മുടെ ഈ സാധനത്തിന്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ പ്ലസ് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ്. ഓക്കെ, റൈറ്റ്. ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത്? വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫോഴ്സ് ആണ് വേണ്ടത്. ഓക്കെ, സോ വർക്ക് ഡൺ. ഓക്കെ, ഇവിടെ ഞാൻ എന്തായാലും ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി ഞാൻ എഴുതുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അതിനേക്കാൾ ഈസിയാണ്. ഓക്കെ, ഓൾറെഡി നമ്മുടെ പൊട്ടൻഷ്യലിന്റെ വീഡിയോസ് കണ്ടുള്ളവർക്ക് ഇത് മനസ്സിലാവും. ഓക്കെ, സോ ഞാൻ എഴുതാം. എഴുതി കഴിയുമ്പോൾ നമുക്ക് നോക്കാം. സോ നമുക്ക് എഴുതാം പ്ലസ് വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫോഴ്സ്, ബിക്കോസ് അതാണ് അവിടുത്തെ വർക്ക് ചെയ്യുന്നത്, ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി. ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം പ്ലസ് ക്യാപിറ്റൽ എം ടൈംസ് ഇവർ മൂവ് ചെയ്ത് പോകുന്ന കോമൺ വെലോസിറ്റി, അതായത് വി ഫൈനൽ സ്ക്വയർ. വി ഫൈനൽ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് പറയാം മൊമെന്റം കൺസേർവ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം എം ഇൻറ്റു വി ഈക്വൽ ടു എം പ്ലസ് ക്യാപിറ്റൽ എം വി ഫൈനൽ. അല്ലെങ്കിൽ എനിക്ക് എഴുതാം വി ഫൈനൽ ഇസ് ഈക്വൽ ടു എം വി ഡിവൈഡഡ് ബൈ എം പ്ലസ് ക്യാപിറ്റൽ എം. സോ എനിക്ക് അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. ഇനി വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫോഴ്സ് ആണ് വേണ്ടത്. ഓക്കെ, റൈറ്റ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. റൈറ്റ്, ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. ഓക്കെ, റൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, റൈറ്റ്. സോ അതായത് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ആണ്. സപ്പോസ് ഇത് ക്ലോസസ്റ്റ് അപ്രോച്ചിലാണെന്ന് വെച്ചോ. ഓക്കെ, അതായത് ക്ലോസസ്റ്റ് അപ്രോച്ച്, അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡി മിനിമം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്ച്വലി ഈ ഒബ്ജക്റ്റ് എത്ര ഡിസ്പ്ലേസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ലെങ്ത് എൽ ആണ്, എൽ മൈനസ് ഡി മിനിമം. ഇതാണ് ആക്ച്വലി ഇത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് എന്തായാലും അറിയാം ഇത് പോസിറ്റീവ് ചാർജ് ഉള്ള ഷീറ്റ് ആണ്. സോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. എങ്കിൽ ഞാൻ ജസ്റ്റ് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുവാണ്. റൈറ്റ്, വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്. വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, റൈറ്റ്. അതായത് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സസ് ഇ ഇൻറ്റു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എൽ മൈനസ് ഡി മിനിമം. ഓക്കെ, റൈറ്റ്. ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം സിഗ്മ ബൈ 2ε0 ടൈംസ് എൽ മൈനസ് ഡി മിനിമം. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് വേണ്ടത് വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് ആണ്. വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണലിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈൻ ആണ്. സോ എനിക്ക് എഴുതാം വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ദിസ് തിങ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കുക വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ്, വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, ബിക്കോസ് ഫീൽഡ് ലൈൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. റൈറ്റ്. സോ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോസിറ്റീവ് വർക്ക് ചെയ്താൽ എനിക്ക് ഈ സാധനത്തിനെ പുഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. റൈറ്റ്. സോ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് പോസിറ്റീവ് ആണ്. നമുക്കറിയാം ഇ ഇൻറ്റു ഈ സാധനം ഒരു പോസിറ്റീവ് നമ്പർ ആണ്. സോ അത് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. റൈറ്റ്. എങ്കിൽ വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, അതിന്റെ നെഗറ്റീവ്. ഇനി നമുക്ക് വേറെ രീതിയിലും തിങ്ക് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇവിടുത്തെ മോഷനെ ഒപ്പോസ് ചെയ്യുവാണ്. റൈറ്റ്. സോ വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ബ്ലൈൻഡ് ആയിട്ട് ഇവിടുത്തെ വർക്ക് ഡണ്ണിന്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുക.
എന്നിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കുക. വർക്ക് ഡണ്ണിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നും തിങ്ക് ചെയ്യരുത്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണ്. സോ ഇ ഇൻറ്റു ലെങ്ത്, അത് മൂവ് ചെയ്ത് ആക്ച്വൽ ലെങ്ത്. ഓക്കെ, ആക്ച്വൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എൽ മൈനസ് ഡി മിനിമം. തിരിച്ചെടുക്കരുത്, ബിക്കോസ് എൽ ആണ് ബിഗർ, ഡി മിനിമം ചെറുതാണ്. സോ എങ്കിലേ പോസിറ്റീവ് നമ്പർ കിട്ടത്തുള്ളൂ. സോ മാഗ്നിറ്റ്യൂഡ് വാല്യൂട്ട് ചെയ്യുക. എന്നിട്ട് മനസ്സിലാക്കുക ഇവിടെ നമ്മുടെ ഫീൽഡ് നമ്മുടെ ഒബ്ജക്റ്റിന്റെ മോഷൻ ഒപ്പോസ് ചെയ്യുവാണ്. സോ വർക്ക് ഡൺ ബൈ ഫീൽഡ് നെഗറ്റീവ് ആണ്. സോ അവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കുക. സിമ്പിൾ, റൈറ്റ്? സോ എന്താ നമുക്ക് ഏത് രീതി തിങ്ക് ചെയ്താലും നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. സോ ഞാൻ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എഴുതാം ഹാഫ് എം വി സ്ക്വയർ പ്ലസ് വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ്. വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ മൈനസ് സിഗ്മ ബൈ 2ε0 എൽ മൈനസ് ഡി മിനിമം. ഓക്കെ, റൈറ്റ്, ഈക്വൽ ടു, ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തി. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടൈംസ് ക്യൂ, റൈറ്റ്? ഇത് ഈ ടൈംസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ടുള്ളൂ, ടൈംസ് ഇൻറ്റു ക്യൂ, റൈറ്റ്? അഗെയിൻ ഇവിടെയും ഇൻറ്റു ക്യൂ, ഇവിടെയും ഇൻറ്റു ക്യൂ, റൈറ്റ്? അഗെയിൻ ഇൻറ്റു ക്യൂ, റൈറ്റ്? സോ ഇനിഷ്യൽ കൈനറ്റിക് എനർജി വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി. ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ്, ഓക്കെ, ഹാഫ് എം പ്ലസ് എം ടൈംസ് വി ഫൈനൽ സ്ക്വയർ. വി ഫൈനൽ നമ്മൾ ഓൾറെഡി ഇവിടെ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുവാണ്? എം വി ഡിവൈഡഡ് ബൈ എം പ്ലസ് ക്യാപിറ്റൽ എം ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ജസ്റ്റ് ഇതാ നമുക്കിപ്പോൾ കിട്ടിയ ഈ എക്സ്പ്രഷൻ നോക്കുക. ഓക്കെ, എനിക്ക് ഇതിനകത്തുനിന്ന് ഡി മിനിമത്തിന്റെ വാല്യൂ എനിക്ക് സോൾവ് ചെയ്യാവുന്നുള്ളൂ, ബിക്കോസ് ബാക്കി അതിനകത്തുള്ള എല്ലാ പാരാമീറ്ററും നോൺ ആണ്. സോ എനിക്ക് അതിനകത്ത് ഡി മിനിമം സോൾവ് ചെയ്യാം, ആണ് എൻ്റെ ആൻസർ.